السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم: المرء مع من أحب. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العاشق. هب لنا في القيامة مشفقا وأهلنا من الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العظيم. ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടിയതിനെ ഇബാദത്തായി സ്വീകരിക്കണേ. ആമീൻ. അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ ഇബാദത്തായി സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ സൽക്കർമ്മമായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ ഈ മജ്ലിസിനെ മുബാറക്കായ മജ്ലിസാക്കണേ റഹ്മാനേ. ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനേ. ഞങ്ങളെല്ലാവരുടെയും മനസ്സ് നന്നാക്കണേ തമ്പുരാനേ. നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനേ. ഞങ്ങളെ ദാക്കിരീങ്ങളും ഷാക്കിരീങ്ങളും ആബിദീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും ആക്കണേ തമ്പുരാനേ. പടച്ചവനെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ഒരാളൊപ്പിലും മാനം കെടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. പടച്ചവനെ ഞങ്ങളെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനേ. പടച്ചവനെ കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമങ്ങൾ ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ മനസ്സിലുള്ള സകലമായ മുറാദുകളെയും നീ ഹാസിലാക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്ന വേദനകൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനേ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനേ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ തമ്പുരാനേ. സഹിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റഹ്മാനേ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, മൃഗസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെ പരീക്ഷിക്കുന്ന റഹ്മാനേ. പടച്ചവനെ കിടന്ന് പിടയുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനേ. മൂത്രദ്വാരത്തിലും മൂക്കിലും പൈപ്പിട്ട് കിടക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനേ. മറ്റൊരാളെ കൈകൊണ്ട് ഞങ്ങളെ കാഷ്ടവും മൂത്രവും കഴുകിത്തരേണ്ട ദുര്യോഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല റഹ്മാനേ. ഇസ്സത്തോടെ അഭിമാനത്തോടെ അല്ലാഹുവേ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അവസാനം ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം ഞങ്ങളെ മരണസമയമാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള സമയം ഞങ്ങളെ മരണസമയമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദമുള്ള സമയം ഞങ്ങളെ മരണസമയമാക്കണേ റബ്ബേ. ഞങ്ങളെ ഖബർ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനേ. ഞങ്ങളെ നരകത്തിലിടല്ല റബ്ബേ. റബ്ബേ ഞങ്ങളാരും ഞങ്ങളെ മാതാപിതാക്കളെ മാനം കെടുത്തിയിട്ടില്ല. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ മാനം കെടുത്തല്ല റബ്ബേ. ഞങ്ങളാരും ഞങ്ങളെ കുടുംബത്തെ വഷളാക്കിയിട്ടില്ല. മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തെ വഷളാക്കല്ല റഹ്മാനേ. ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സ്കേസറിന്റെ പ്രവർത്തകന്മാർക്ക് ഇസ്സത്ത് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ ഇതിനായി സഹകരിക്കുന്ന ഒരാളെ രംഗത്ത് നീ തളർത്തല്ല റബ്ബേ. ഈ സ്റ്റേറ്റിലും രാജ്യത്തിലും സ്കേസറിന്റെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ
ഒരു രംഗത്ത് നീ തളർത്തരുത് റഹ്മാനെ, ഒരു രംഗത്ത് നീ കുഴക്കരുത് റബ്ബേ. അവർക്ക് നീ സന്തോഷവും റാഹത്തും നൽകണേ തമ്പുരാനെ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളത് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളത് സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. ആദരണീയരായ തങ്ങളവരുടെ SKSFന്റെ സംസ്ഥാന നേതാവും പ്രഭാഷകനുമായ ബഹുമാനനായ മമ്മൂട്ടി മാസ്റ്റർ, SKSFന്റെ ഈ നാട്ടിലെ ഷാർജയിലെ സ്റ്റേറ്റ് നേതാക്കളെ, വിവിധ ജില്ലകളിലെ നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ഫാമിലി ക്ലാസ്, കുടുംബ ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ ഷാർജ SKSFന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നതിൽ അവർ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു എല്ലാവിധ തൗഫീഖും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കാലം എല്ലാ സന്തോഷങ്ങളെയും തകർത്തെറിഞ്ഞ് അവസാനം നമ്മുടെ എല്ലാ രസങ്ങളും കണ്ണുനീരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്തൊരു പ്രഭാഷണത്തിന് പോയി. അവിടെ ചെന്നപ്പോ നല്ല താടി വെച്ച നിസ്കാരത്താഴമുള്ള ഒരു നല്ല മനുഷ്യൻ, അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം, ഞാൻ ഈ നാട്ടിലെ മഹല്ല കമ്മിറ്റി മെമ്പറാണ്, പള്ളി കമ്മിറ്റി മദ്രസയുമൊക്കെ ഭരിക്കുന്ന ഒരാളാണ്, നാട്ടിലെ ഒരു കാരണവരാണ്. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നതാണ്. ഞാൻ ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് 2-3 ആൺമക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഈ കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ മോശമല്ല ഉസ്താദെ, ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിച്ച് അവളൊരു ടീച്ചറായി നല്ല ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ അവൾ ജോലിയുമായി മുന്നോട്ട് പോകുന്നു. ഇനി അവൾക്ക് വേണ്ടത് നല്ലൊരു ഭർത്താവാണ്. ഞാൻ അന്വേഷിച്ച ഒരു നല്ല ഭർത്താവിനെയും കണ്ടെത്തി. അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. 15 ദിവസം കല്യാണത്തിന് ബാക്കിയുണ്ട്. ഒരു ദിവസം നേരം കൊടുത്ത് എഴുന്നേറ്റ് നോക്കും, എന്റെ മോളെ കാണാനില്ല. എവിടെയൊന്ന് അന്വേഷിച്ച് ഒരു പിടിയും കിട്ടാതെ അവസാനം കേസ് കൊടുത്തു. അന്വേഷണം നടത്തി, തകൃതമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ മകളെ ഫോൺ വന്നു. ഇപ്പാ, നിങ്ങൾ എന്നെ തേടി പ്രയാസപ്പെടണ്ട, ഞാനും എന്റെ കാമുകൻ രാജേഷും കൂടി ബാംഗ്ലൂരിലെ റൂമിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത് ഞങ്ങൾ തിരിച്ചെത്തും. പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും നാട്ടിലെ നിസ്കാരവും നോമ്പ് ഇസ്ലാമും ദീനൊക്കെ ഉള്ളൊരു നല്ല മനുഷ്യൻ. അയാള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ മോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞൊരു നല്ല മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്. നല്ല നല്ല മനുഷ്യരുടെ കുടുംബം ഇന്ന് വഷളാവുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞ റമദാനിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ 27-ാം രാവിലെ പള്ളിയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഒരല്പനേരം ദിക്ർ ലൈറ്റ് കെടുത്തിട്ട് ചെല്ലും. ആ സമയത്ത് ഇരുട്ടത്തൊരാൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാന് വല്ലാത്തൊരു വിഷമത്തിലാണ്. എന്ത് ചോദിച്ചു. വിഷമം മറ്റൊന്നുമല്ല, ഞാനിപ്പോ ഗൾഫിൽ പോകൊക്കെ നിർത്തി. പ്രശ്നം ഇയാള് പറയുന്നതും കാര്യം തന്നെയാണ്. എന്റെ മകള് മറ്റൊരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരനുമായി ലോകത്തിലാണ്, സ്നേഹത്തിലാണ്, പ്രണയത്തിലാണ്. ഒരു രക്ഷയില്ല ഉസ്താദെ, എന്ത് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ട് ഓളെ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ദ്വാരിക്കണം എന്ന് പറഞ്ഞ് ഗൾഫുകാരനൊരാള് ഗൾഫ് പോലും ഒഴിവാക്കി മകളെ കാത്ത് ജീവിക്കാൻ വേണ്ടി ഉള്ളിൽ താമസിക്കും. ഞാൻ പറയുന്ന എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, അഭിമാനകരമായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം, ആളുകളെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം വഷളായി മാനം കെടുന്ന അപകടകരമായ മുഖം നമ്മളെ മുമ്പിൽ കാണുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? നമുക്ക് നമ്മളെ കുടുംബം ഇന്ന് ഭാര്യ, ഭർത്താവ്, മക്കൾ സുഖകരമായ ജീവിതമാണ്. ഭർത്താവിനെ കാണാതെ ഭാര്യയ്ക്ക് ഉറക്കം വരില്ല, ഭാര്യയില്ലാതെ ഭർത്താവിന്റെ മനസ്സമാധാനമില്ല, മക്കളില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ മധുരമില്ല. ഇങ്ങനത്തെ ഒരു സുന്ദരമായ ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കരുത് എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ. നാളെ ഇവിടുന്ന് മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ലോകത്തോട് ആദ്യമായി വിട പറഞ്ഞ്, പിന്നീട് അടുത്ത ആള് വിട പറഞ്ഞ്
നാളെ വനഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത് സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് ആ മഹ്ശറ ലോകത്തേക്ക് കുടിച്ചാണ് മുകളിലായി സൂര്യൻ ഉദിച്ച് ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യന്റെ പതപ്പ് കരിഞ്ഞ് യാ വൈലന എന്ന് പറഞ്ഞ് മഹ്ശറ ലോകത്തേക്ക് നട്ടോട്ടമോടുമ്പോൾ ആ മഹ്ശറ ലോകത്തെ വിചാരണ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നല്ല മക്കളെ അന്വേഷിക്കും, ഞങ്ങളെ പിതാവ് എവിടെയാണ്, ഞങ്ങളെ മാതാവ് എവിടെയാണ്. അങ്ങനെ മക്കൾ അന്വേഷിക്കുമ്പോൾ അള്ളാഹു മക്കളോട് പറയുമ്പോൾ മക്കളെ മാതാവിനെയും പിതാവിനെയും കൊണ്ടുവരാനായിട്ടില്ല സ്വർഗത്തിലേക്ക്. കാരണം അവർ അബദ്ധം ചെയ്തവരാണ്, തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവരാണ്. ആ സമയത്ത് മക്കൾ പറയുമ്പോൾ പടച്ചോനെ ഞങ്ങൾ നന്നാവാൻ കാരണക്കാർ ഞങ്ങളെ മാതാവാ, ഞങ്ങളെ പിതാവാ, അതുകൊണ്ട് അവരില്ലാതെ ഞങ്ങൾക്ക് എന്ത് സ്വർഗം. ആ സമയത്ത് അല്ലാഹു മക്കളോട് പറയും, എന്നാൽ ഈ മഹ്ശറയിൽ നിങ്ങൾ മാതാപിതാക്കളെ തിരയുക. ഇവിടുന്നുണ്ടല്ലോ ചെറിയ മക്കൾ ഉമ്മ 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 എന്ന് വിളിച്ച് നടക്കുന്നത് പോലെ മക്കൾ നാളെ മഹ്ശറ ലോകത്ത് ഉപ്പ എന്ന് വിളിച്ച് ഉപ്പാനെ കണ്ടെത്തി കൈപിടിച്ച് ഉമ്മാൻ അന്വേഷിക്കും. രണ്ടുപേരും കൂടി മാതാവിനെ അന്വേഷിക്കും. അവസാനം ഇതേ ഫാമിലിയായി ക്ലാസ്സിന് വരുന്നത് പോലെ അതേ സന്തോഷത്തോടുകൂടെ ഈ കുടുംബം സുവലോക സ്വർഗത്തിൽ പോവുകയും ഈ കുടുംബം സ്വർഗത്തിൽ ജീവിക്കുന്ന കുടുംബമായി മാറുമെന്ന് സ്വാലിഹ്യങ്ങളെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി കുടുംബമാക്കി നമ്മളെ കുടുംബത്തെ മാറ്റി തരട്ടെ. അവസാനിക്കേണ്ടതല്ല, പക്ഷെ അതിന് നമ്മൾ എന്ത് വേണമെന്നറിയും. ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മളെ കുടുംബം ദീനിയായ കുടുംബമാവണം. ദീനിയായ ചില ബോധങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകണം. അതിനൊന്നാമതായി കുട്ടികളെ പഠിപ്പിച്ചാ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും. മക്കളെ പഠിപ്പിച്ചാ പോരെ, പഠിപ്പിച്ചാലൊന്നും മക്കള് നന്നാവില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഉമ്മമാരും ഉപ്പമാരും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളെ തലമുറ രക്ഷപ്പെടാൻ അവരെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടൊന്നും ഫലമില്ല. മദ്രസയിൽ പഠിപ്പിച്ചാൽ അവർ കുറെ ഇൽമ പഠിക്കുപോലെ ജീവിതത്തിൽ തീരുണ്ടാവണമെന്നില്ല. അല്ലെ? മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ: 1 ഇരുന്ന് മൂത്രമൊഴിക്കുക, 2 തലമറക്കുക, 3 ഇടത്തെ കാല് മുന്തിച്ച് കയറുക. ഇവിടെ മക്കളെ നോക്കും. ഇതുകൊണ്ട് കുട്ടികളെ കാണാതെ പഠിക്കും, പരീക്ഷ എഴുതി പരീക്ഷയിൽ പാസ്സാകും. എന്നിട്ടും ആ മദ്രസന്ന് പുറത്ത് വിട്ട നിന്ന് ഫയർ ചെയ്ത് ബലി പോകും. വളരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും അള്ളാഹു റസൂലും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ പിന്നിലൂടെ മഹാനായ നമ്മുടെ സമസ്ത അബ്ദുൽ മാഷ് പറയാറുണ്ട്, പിന്നെ ഇതുപോലെ പഠിപ്പിക്കുന്നതിന്റെ രൂപം. ഇപ്പൊ ഒരു മദ്രസയിലെ ഉസ്താദിന് തോന്നുകയാണ് എന്റെ കുട്ടിയെ നന്നായി ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നീന്തൽ കൂടി പഠിപ്പിക്കേണ്ടത് ആവശ്യം. കാരണം അല്ല ഞാൻ വെള്ളത്തിലൊക്കെ മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നീന്തൽ പഠിപ്പിക്കാനുള്ള വഴി എന്താ? സദോസ്താദ് തീരുമാനിച്ചു, നാളെ സ്പെഷ്യൽ ക്ലാസ്, വിഷയം നീന്തൽ. അങ്ങനെ ഉസ്താദ് കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞു. കുട്ടികളൊക്കെ വരുമ്പോൾ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് നാളെ എന്താ വിഷയം? നാളെ നീന്തൽ പഠിപ്പിക്കുന്ന ദിവസമാണ്. അതിനെന്താ ഞങ്ങൾ തോർത്തുകൊണ്ട് വരണം? തോർത്തുകൊണ്ടോ? അത് ശരി, നിങ്ങൾ ഹജ്ജ് പഠിക്കാൻ കയറേറ്റായിരുന്നു, നിസ്കാരം പഠിക്കാൻ നിസ്കാരം കുപ്പായിട്ടായിരുന്നു? അല്ലല്ലോ, അത് കൊടുക്കും. പിന്നെ നിസ്കാരം പഠിക്കാൻ വരില്ല, ഹജ്ജ് നോമ്പൊക്കെ പഠിക്കാൻ വരില്ല. അതെ, അങ്ങനെ വരണം. അങ്ങനെ കുട്ടികൾ കൊടുക്കും. പിന്നെ വന്നു ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കുളത്തിലേക്ക് ഇറങ്ങുക. കുട്ടി എഴുതി, കുളത്തിലേക്ക് ഇറങ്ങുക, സാവധാനത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുക, സാവധാനത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുക, വെള്ളത്തിന്റെ മുകളിൽ കമിഴ്ന്ന് കിടക്കുക, വെള്ളത്തിന്റെ മുകളിൽ കമിഴ്ന്ന് കിടക്കുക, കാലിട്ടടിക്കുക, കൈകൊണ്ട് തുഴയുക, കാലിട്ടടിക്കുക, കൈകൊണ്ട് തുഴയുക. കുട്ടി നീന്താൻ പഠിച്ചു. ഉസ്താദ് പറഞ്ഞു, നാളെ കാണാതെ പഠിച്ചു വരണം ചോദിക്കും. ആയിക്കോട്ടെ, ഇയാൾ പഠിക്കാൻ നേരം വേണ്ടേ? കുട്ടികൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആയിട്ട് കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം കുട്ടി വന്നു. ഉസ്താദ് ചോദിച്ചു, നീന്തൽ എന്തായാലും പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഉണ്ട്. കാണാതെ പറയും. ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദെ നീന്തൽ എന്ന് പറഞ്ഞാൽ കുളത്തിന്റെ അരികിലേക്ക് ചെല്ലുക, എന്നിട്ട് കാലിട്ടടിക്കുക. കുളത്തിന്റെ അടുത്ത് പോയി കാലിട്ടടിച്ച കൈയും കാലും മുറിയണം. കുളത്തിലേക്ക് ഇറങ്ങാതെ നാളെ 10 വട്ടം എഴുതി കൊടുക്കണം. കുട്ടി എഴുതി കൊടുക്കും. നബിദിനാഘോഷത്തെ പ്രസംഗിക്കണമായി വെള്ളം പോലെ പഠിച്ചിട്ട് കുട്ടി അല്ലേ? ഈ കുട്ടിക്ക് നീന്തൽ അറിയാം. ഈ കുട്ടി പരീക്ഷയിൽ നീന്തൽ എഴുതി അവാർഡ് വാങ്ങി, പേവാർഡ് വാങ്ങി, സമ്മാനം വാങ്ങി. നബിദിനാഘോഷത്തിൽ ഒരുപാട് അവാർഡ് കുട്ടിക്ക് വാങ്ങാൻ കഴിയാത്തതിന്റെ ബാക്കി വാപ്പ വാങ്ങി. എല്ലാം നടത്തിയിട്ട് വാപ്പങ്ങനെ അഭിമാനിക്കുക, എന്റെ കുട്ടി ഏതാ മുതലേറിയാണ്. എന്റെ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിയോട് നീന്തലൊക്കെ ചോദിച്ചാൽ വെള്ളം പോലെ പറയും എന്ന് കരുതി വാപ്പ ഈ കുട്ടിനെ പുറത്ത് കൊണ്ടുപോയിട്ടാലോ അതിന്റെ മുമ്പ് ഒരു കബറ് ശരിയാക്കി വെച്ചിട്ടാ നല്ലത്. എന്തേ കാരണം? കുട്ടികളുടെ ജീവിതത്തിൽ പഠനം ഉണ്ടായി, പക്ഷെ പ്രയോഗവൽക്കരിച്ച് പരിശീലിപ്പിക്കാൻ ആളുണ്ടായില്ല.
ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളെ കുടുംബം നന്നാവാൻ ആദ്യമായി ചെയ്യേണ്ടത് കുടുംബത്തെ നയിക്കുന്ന നായകൻ നന്നാവണം. കുടുംബത്തിന്റെ നായകനാകുന്ന ആണ് നന്നായതുകൊണ്ട് ഒരിക്കലും കുടുംബം രക്ഷപ്പെടില്ല. ആദ്യം നന്നാകേണ്ടത് കുടുംബത്തിന്റെ ഏറ്റവും വലിയ തിളക്കമാകുന്ന വിളക്കെന്ന് പറയുന്നത് പെണ്ണാണ്. രണ്ട് മൂസന്റെ ചരിത്രത്തിൽ, ഒന്ന് കരീമുല്ലാഹി മൂസ, രണ്ടാമത്തെ മൂസയുണ്ട്. അത് അഹങ്കാരിയും മുശ്രിക്കുമായ മൂസാ സാമിരി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മൂസാ സാമിരി എന്ന് പറയുന്ന ഒരാൾ പശുക്കുട്ടിനുണ്ടാക്കി. മൂസാ നബി തുരുസിന പർവ്വത മുകളിലേക്ക് പോയപ്പോ പശുക്കുട്ടിനുണ്ടാക്കിയിട്ട് അവിടെയുള്ള ആളുകളെ കാര്യം പഠിപ്പിച്ചില്ലേ? ആ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ പേരാണ് മൂസാ സാമിരി. ഈ മൂസാ സാമിരിയെ വളർത്തിയത് ആരാണ്? ഈ മൂസാ സാമിരിയെ വളർത്തിയത് മുഖറബായ ജിബ്രീൽ. നല്ല മനുഷ്യൻ വളർത്തിയ കുട്ടിയെ അരപ്പായി. ആരെ വളർത്തിയത്? മഹാനായ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ വളർത്തിയ കുട്ടിയാണ് മൂസാ സാമിരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ധിക്കാരി. മുസാനബിയുടെ കുരുത്തൊക്കെ തട്ടി അവസാനം ശരീരം തൊടാൻ കഴിയാതെ ലാമിസാസ് എന്ന തൊടല്ല എന്ന് പറഞ്ഞ് പിടഞ്ഞ് ജീവൻ പോയി ചത്തുപോയ മൂസാ സാമിരി. ആ മൂസാ സാമിരിയെ വളർത്തിയത് കലീമുള്ള മഹാനായ മുഖറബായ ജിബ്രീൽ. നല്ല ജിബ്രീൽ വളർത്തിയ കുട്ടിയെ കിടുന്നു. എന്നാൽ ഈ വേറെ ഒരാളെ പറഞ്ഞല്ല, കലീമുല്ലാഹി മൂസ. ഈ മൂസാ നബിയെ വളർത്തിയ ആളെ പേര് കേൾക്കണം. ധിക്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഫിർഔനെ വളർത്തിയത് ഞാനാണ് റബ്ബ് എന്ന അഹങ്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതാ ഫിർഔൻ മൂസാ നബിയോട് ചോദിച്ചല്ലോ, മൂസ നിന്റെ പടച്ചോൻ ആരാ? ആ സമയത്ത് പറഞ്ഞു, എന്റെ പടച്ച റബ്ബ്, എന്റെ പടച്ചോന് ഈ മഴ പെയ്യിപ്പിക്കുന്നവനാണ് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ ഫിർഔൻ ചിരിച്ചു. നീ എന്താ ചിരിക്കുന്നു ചോദിച്ചു. ചിരിക്കാൻ കാരണം നിന്റെ അള്ളാഹിനേക്കാളും വലിയ ഞാനാ. അതെന്താ ചോദിച്ചു. ഈ ഭൂമി എന്താ? നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ എന്റെ ഭൂമി വേണ്ടേ ചോദിച്ചു. അങ്ങനത്തെ മഹാകള്ളനാണ് ഫിർഔൻ. ആ ഫിർഔനെ വളർത്തിയ കുട്ടിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഏറ്റവും വലിയ കോച്ചറായി വളർത്തിയ കുട്ടി നല്ല കുട്ടിയാണ്. ഏറ്റവും നല്ല ആള് വളർത്തിയ കുട്ടി വളരെ മോശം. എന്തേ പ്രശ്നം? എന്തേ പ്രശ്നം? എന്റെ സ്ത്രീകളെ, സഹോദരികളെ, നിങ്ങൾ ചിന്തിക്കണം. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ആദ്യം മൂസാ സാമിരിയുടെ പിതാവിന്റെ സ്ഥാനത്ത് ജിബ്രീൽ എന്ന് വളർത്തിയിട്ടുണ്ടെങ്കിലും മോനെ അങ്ങനെ ചെയ്യല്ല കുട്ടി എന്ന് പറയാൻ ഒരു ഉമ്മ ഉണ്ടായില്ല. പിതാവിന്റെ സ്ഥാനത്ത് ജിബ്രീൽ ഉണ്ട് എന്നല്ലാതെ ഒരു ഉമ്മാന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാളുണ്ടായില്ല. ഒരു മാതൃക കുട്ടി കിട്ടിയില്ല. ആ കുട്ടി കിടന്നു. നേരെ മറിച്ച് പിതാവായി വളർത്തുന്ന, പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തുന്നതെങ്കിലും ആ കുട്ടികളെ തെറ്റുകളും കുറ്റങ്ങളും അവസരോചിതമായി ഇടപെട്ട് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു പോറ്റും അടുക്കളയുണ്ടായിരുന്നു. ഉമ്മാന്റെ പേരാണ് സ്വർഗത്തിലെ നായിക മഹിളയായ ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. ഒരു നല്ല ഉമ്മ ഉണ്ടായി, ഒരു നല്ല ഉമ്മ. ആ നല്ല ഉമ്മ ഉണ്ടായപ്പോ ആ കുട്ടിയുടെ ജീവിതം ഫിർഔനിലേക്ക് പോയില്ല. അപ്പൊ ശരിക്ക് അടുക്കള നന്നാവാൻ പിതാവ് പോലും ഇല്ലല്ലോ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പിതാവില്ല, എന്നിട്ട് പോലും കുട്ടി നന്നായി. കാരണം സ്വർഗത്തിലെ സ്വർഗാവകാശിയായ മറിയം ബീവിയാണ് വളർത്തുന്നത്. അപ്പൊ അടുക്കളയിലുള്ള പെണ്ണിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെങ്കിൽ മക്കൾ നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ മാതൃകയുണ്ടാകണം. നമ്മളെ കുട്ടികൾ ബാപ്പയേക്കാൾ കൂടുതൽ ഇടപഴകുന്നത് ഉമ്മയോടാണ്, അല്ലെ? ബാപ്പയും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താ? ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോ പിതാവിന്റെ ശുക്ലം അവളെ ഗർഭാശയത്തിലേക്ക് എത്തി. അതിലുള്ള എത്രയോ അണുക്കള കൂട്ടത്തിൽ നിന്ന് ഒന്നൊരു മനുഷ്യനായി, ഒരു കുട്ടിയായി മാറി. ബാക്കി ബാപ്പാക്ക് എന്താ പണി അറിയോ? കാറ്റ് മുഴുകി നടക്കുക, വേറെന്താ പണി? ഗർഭം ധരിക്കുന്നത് പെണ്ണ്, പ്രസവിക്കുന്നത് പെണ്ണ്, മുലയൂട്ടുന്നത് പെണ്ണ്. അതല്ലേ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും തന്നെ. ഈ
കാരണത്താൽ ആണുങ്ങളുമായുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ കുട്ടിക്ക് ബന്ധം ഉമ്മയോടാകും. ആ ഉമ്മയുടെ ജീവിതം എങ്ങനെയാണോ അതാണ് ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നിടത്ത് പോലും പറയുന്നത് സൗന്ദര്യമോ പണമോ തറവാടോ നിലനിൽക്കുന്നതല്ല. അതൊക്കെ നോക്കാറുണ്ടെങ്കിലും നിലനിൽക്കില്ല. എന്നാൽ വലിയ ദീനിഹ ഇസ്ലാമുള്ള പെണ്ണിനെയാ കല്യാണം കഴിക്കേണ്ടത്. കാരണം ദീനുള്ള പെണ്ണിനെ കൊണ്ട് വിജയം വരിച്ചോ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ദീനുള്ള പെണ്ണ് അടുക്കളയിൽ ഉണ്ടാകുമ്പോഴാണ്, ആ പെണ്ണ് ഉമ്മയായി വരുമ്പോഴാണ് ആ കുട്ടി നന്നാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പിതാവ് സ്വാലിഹായ ഒരു പിതാവ്, പേര് തന്നെ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു, പഴവക്കത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ടിരിക്കുമ്പോൾ ഒരു പഴം തിന്നു. ഒരു പഴം, ആ പഴം വിശപ്പടക്കിയതിനു ശേഷമാണ് പെട്ടെന്ന് ചിന്ത വന്നത്, പടച്ചോനെ ഇത് അന്യന്റെ മുതലാവോ, ഇത് അല്ലാഹ് പൊരുത്തപ്പെടാത്ത മുതലാവോ. അവസാനം ആ മുതലാളിയപ്പോൾ ആ തോട്ട ഉടമയെ തേടി നടന്ന് തോട്ടുടമയെ കണ്ടെത്തിയതിന് ശേഷം തോട്ടുടമയോട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരു പഴം കഴിച്ചു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പ് നൽകണം. ഉടനെ ആ തോട്ടുടമ പറഞ്ഞു, അതോടൊപ്പം മഹാന ഒരു പരീക്ഷണത്തിന് തീരുമാനിച്ചു, ഇത്ര വർഷം എന്റെ ഈ തോട്ടം നിങ്ങൾ നനക്കണം. അതിന് സന്നദ്ധനായി ഒറ്റപ്പഴം തിന്നതിന്റെ പേര് ഒറ്റപ്പഴം. കാരണം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ മാനം കെടാൻ പാടില്ല. അന്യന്റെ ഒരു അംശം എന്റെ വയറ്റിലായാൽ എന്റെ കുടുംബം തകരും. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും എന്റെ യജമാനന്റെ കോപത്തിന് വിധേയനായ ഒരു അടിമയായി ഞാൻ മാറാൻ പാടില്ല. നിങ്ങളെ തോട്ടം നനക്കാൻ ഞാൻ സന്നദ്ധനാണ്. തോട്ടം നനച്ച് പറഞ്ഞ സമയമെത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഇനി എനിക്ക് നിങ്ങൾ മാപ്പ് തരുമോ? ആ സമയത്ത് അവിടുന്ന് മറുപടി പറഞ്ഞു, മാപ്പ് തരാം, പക്ഷെ ഒരു നിബന്ധനയും കൂടി ഉണ്ട്. എന്താണത്? എനിക്കൊരു മകളുണ്ട്, ആ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നില്ല, തോട്ടം നനക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ പ്രശ്നം അവിടെ അല്ല. പ്രശ്നം ഈ പെണ്ണിനിക്ക് കണ്ണില്ല, ഈ പെണ്ണിന് കാലില്ല, ഈ പെണ്ണിന് കൈയില്ല. പിതാവ് പറയാണ്, എന്റെ മകൾക്ക് കണ്ണുമില്ല, കയ്യുമില്ല, കാലുമില്ല. കണ്ണും കയ്യും കാലും ഇല്ലാത്തൊരു പെണ്ണിന് എന്തിനാ പറ്റിയ? നല്ലൊരു കവർ ഉണ്ടാക്കിയ തലയണാക്കാം. മാത്രമല്ല, അങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഓന്റെ ജീവിതം കഴിഞ്ഞു, പിന്നെ അവന്റെ ജീവിതം ദുർഘടല്ലേ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. എന്തിന്? അന്യന്റെ ഒരു അംശം എന്റെ വയറ്റിൽ വന്നു പോയിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ. അങ്ങനെ കല്യാണം കഴിച്ചു. ആ പെണ്ണുമായി മണിയറ പങ്കിടുന്ന ദിവസത്തിൽ മണിയറയിലേക്ക് കയറുമ്പോഴാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മണിയറയിൽ കാണുന്നു. പറഞ്ഞ പെണ്ണെന്നല്ല മണിയറയിൽ. അപ്പോഴേക്കും പറഞ്ഞവ കണ്ടില്ലേ, കാണണ്ടല്ലോ, കേൾക്കുമ്പോ തന്നെ വേറെ അറിയില്ലപ്പോ കാണണം. കണ്ടില്ല. ആ കല്യാണം മണിയറയിൽ വെച്ച് ആ പെണ്ണിനെ കാണുന്നത് കയ്യും കാലും കണ്ണുള്ള ഒരു സുന്ദരി പെണ്ണ്. ഉടൻ ബഹുമാനപ്പെട്ടവർ പുറത്തേക്ക് കൂടി. അമ്മോശൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? നിങ്ങൾ എന്നോട് പറഞ്ഞ പെണ്ണെ കണ്ണില്ലാത്തവള, അവിടെയുള്ളവർക്ക് കണ്ണുണ്ട്. നിങ്ങൾ എന്നെ പറഞ്ഞോട് കൈയില്ലാത്തവരാ, കാലില്ലാത്തവള, അവളോ സുന്ദരിയായ ഒരു പെണ്ണാണ്, അതെന്റെ ഭാര്യയല്ല. അമ്മോശൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കൊരു സ്വാലിഹത്തായ ഒരു മകളുണ്ടായിരുന്നു. ആ മകളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചതാ. എന്റെ മകളുടെ പ്രത്യേകത, കണ്ണില്ലെന്ന് ഞാൻ പറഞ്ഞത് കളവല്ല. ഹറാമിലേക്ക് നോക്കുന്ന കണ്ണെന്റെ മകൾക്കില്ല. കാലിൽ എന്ന് പറഞ്ഞത് നുണയല്ല. അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നടക്കുന്ന കാലിന്റെ മകൾക്കില്ല. കയ്യിൽ എന്ന് പറഞ്ഞ തെറ്റല്ല. ഹറാം സ്പർശിക്കുന്ന കയ്യന്റെ പൊന്നുമോൾക്കില്ല. അങ്ങനത്തെ ഒരു മോളെയാ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത്. അപ്പൊ കൈ കൊണ്ട് തെറ്റ് ചെയ്യാത്ത, കാല് കൊണ്ട് തെറ്റ് ചെയ്യാത്ത, കണ്ണുകൊണ്ട് അബദ്ധം വരാത്ത സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയാണ് അബൂ സ്വാലിഹിന്റെ ജീവിത പങ്കാളിയായി കടന്നു വരുന്നതെങ്കിൽ ആ ദാമ്പത്യ വല്ലരിയിലാണ് എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ അല്ലാഹു ലോകത്തിന്റെ സമ്മാനമായി നൽകിയ സത്തേ ജാഗത്തിന് ജീവൻ കൊടുത്തോവ
ചാകും കേളേശത്തെ നന്നാക്കി വിട്ടോവർ എന്ന് പറഞ്ഞ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി പറവിയെടുക്കുന്നത് ആ ദാമ്പത്യ ജീവിതത്തിലൂടെയാണ്. അവൻ ലോകത്ത് ആണിന്റെയും പെണ്ണിന്റെയും ജീവിതം അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതമാകുമ്പോൾ മാത്രമാണ് ഉമ്മമാരെ, രക്ഷിതാക്കളെ ആ കുടുംബത്തിലേക്ക് ദീനിയായ ചൈതന്യം കടന്നു വരിക, ദീനിയായ ചലനം ആ കുടുംബത്തിൽ ഉണ്ടാവുക. ആ ഒരു അവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ വീടിന്റെ നായികയായി നിലനിൽക്കേണ്ടത് പെണ്ണാണ്. പെണ്ണിന്റെ ജീവിതം എങ്ങനെയാണോ അത് വായിച്ചെടുത്തുകൊണ്ടാണ് വരും തലമുറയുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുക, നന്മയുണ്ടാവുക എന്ന കാര്യം എന്റെ സഹോദരികളെ ചിന്തിക്കുമ്പോഴാണ് മഹദിയായ ബീബി ആസിയ റളിയല്ലാഹു അൻഹ ലോകത്ത് സ്വർഗാവകാശിയായ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞത്. സ്വർഗാവകാശിയായ പെണ്ണുങ്ങൾ, നരകാവകാശിയായ പെണ്ണുങ്ങൾ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് ആരെന്നറിയോ? നല്ല രണ്ട് ആളുകളുടെ ഭാര്യമാരെ. നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തി? 950 കൊല്ലത്തോളം. 950 കൊല്ലം ഇസ്ലാമിക പ്രബോധനം. എന്നിട്ട് ആകെ ഇസ്ലാമിലേക്ക് വന്നത് വെറും തുച്ഛം വരുന്ന ആളുകൾ. നമ്മളെ കിട്ടുമോ? 950 കൊല്ലം ഇസ്ലാമിക പ്രബോധനം. നമുക്കൊക്കെ 950 കൊല്ലം പോയിട്ട് 100 കൊല്ലം തായ്സം പോയി നല്ല പോലെ ചെയ്യാൻ. മാപൈന 60 70 അതിന്റെ അടക്കം അടിച്ചു പോവുക. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ 60 70 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കട്ടോട്ടമ്മ കൂടി 15 മോളം വലിയ കടം പെട്ടെന്ന് അങ്ങനെ പോകും മനുഷ്യൻ. ഇത്രയുള്ളൂ നമ്മൾ ആയുസ്. 100 കഴിഞ്ഞാലോ? 100 കഴിഞ്ഞാൽ പിന്നെ അവന്റെ കോട്ട പത്രത്തിലുണ്ടാവും. ഇതാ ഈ ആൾക്ക് 100 കഴിഞ്ഞിരിക്കുന്നു, ഈ സാധുവിനെ ഇസ്രായേൽ മർദ്ദിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ കഥ. 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആളാരാണ്? മഹാനായ നൂഹ് അലൈഹിസ്സലാം. കേട്ടോ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരെ അള്ളാഹു ജലപ്രളയം കൊടുത്ത് കൊന്നുകളഞ്ഞു. ജലപ്രളയം കൊടുത്ത് അള്ളാഹു കൊന്നുകളഞ്ഞു. ആ കൂട്ടത്തിൽ മഹാനായ നൂഹ് നബിയോട് അള്ളാഹു പറഞ്ഞു, ഫസ്നഇൽ ഫുൽക ബിഅഅ്യുനിനാ, നമ്മളെ നിയന്ത്രണത്തിൽ നിങ്ങളൊരു കപ്പലുണ്ടാക്കണം മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. ആ കപ്പലിലേക്ക് മുഅ്മിനീങ്ങളെ കയറ്റി. വെള്ളം ഇങ്ങനെ തിമർത്ത് പൊങ്ങുകയാണ്. കപ്പൽ മുന്നോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ് വേദനാജനകമായ രംഗം കാണുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നു. മകൻ, സ്വന്തം മകൻ. ബഹുമാനപ്പെട്ടവർ വിളിച്ചു, യാ ബുനയ്യ തമ്മഅനാ, യാ ബുനയ്യ, യാ മോനെ എന്നല്ല, യാ ബുനയ്യ, കുഞ്ഞി മോനെ ഇങ്ങോട്ട് കയറിക്കോ. ഇപ്പൊ വിളിക്കുക. മകൻ പറഞ്ഞു, പിതാവേ എന്നെ വിളിക്കണ്ട, ഞാൻ വല്ല മലയുടെ മുകളിലും പോയി രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ് കാഫിറായി ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി മഹാനായ നൂഹ് നബിയുടെ മൂത്ത മകൻ. നല്ല ഒരു ബാപ്പാന്റെ മോനെ പറ്റി അബദ്ധം നോക്കുന്നു. എന്ത് ഇത്ര കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയ ബാപ്പാന്റെ മോൻ കിടന്നു. അതിന് മറുപടി നമ്മൾ പറയണ്ട, അള്ളാന്റെ കലാമാകുന്ന ഖുർആൻ പറയും, കാഫിരീങ്ങളായ പെണ്ണുങ്ങളുടെ ഉദാഹരണം ഇംറാത്ത് നൂഹ്, നൂഹ് നബിയുടെ ഭാര്യയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. 950 കൊല്ലം പുതിയ ജനങ്ങളെ നന്നാക്കിയിട്ട് സ്വന്തം കുട്ടി നന്നായില്ല. എന്താ കാരണം? അടുക്കളയിലെ പെണ്ണ് ശരിയില്ല. ഉടനെ പേരന്റെ ഉള്ളിലെ പെണ്ണ് കാഫിറത്തായിരുന്നു. അപ്പൊ പെണ്ണെ നിങ്ങൾ ഓർക്കണം സഹോദരികളെ, നിങ്ങളെ ജീവിതത്തിൽ അബദ്ധം വന്നാൽ നിങ്ങളെ കുടുംബം തകരും. നിങ്ങളുടെ ജീവിതത്തിൽ പോരായ്മ വന്നാൽ നിങ്ങളും നശിക്കും. സ്വന്തം അളവ് പാറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവാർ. കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തു മഹാനായ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ചെറിയ കുട്ടിയായ സമയത്ത് എന്താ കാര്യം അറിയോ? ഒരു ഉമ്മ പറയാ മോനോട്, കുഞ്ഞെ കൈപ്പേറിയതാണെങ്കിൽ സാഹസപ്പെട്ടാലും എന്റെ കുട്ടി നാവ് കൊണ്ട് നുണ പറയരുത്. എന്റെ കുട്ടി നാവ് കൊണ്ട് നുണ പറയരുത്.
സ്വർണവുമായി പോകുന്ന സമയത്ത് കൊള്ള സംഘം വന്ന് പിടിച്ചപ്പോ ആ കുട്ടി കള്ളന്മാരോട് പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണമുണ്ട്. ആ സമയത്ത് കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ഓർക്കണം, നമ്മളെ സ്ത്രീകളൊക്കെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ റൂമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് അമ്മായിമ്മ വിളിക്കുകയാണ്, ഫാത്തിമ ഫാത്തിമ വിളിക്കുക. അവ നിസ്കരിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന പെണ്ണാണെങ്കിൽ കുറെ മിണ്ടാതിരിക്കും. വീണ്ടും വീണ്ടും വിളിക്കുമ്പോ അടുത്തിരിക്കുന്ന കുട്ടിയോട് ഉമ്മ സ്വകാര്യത്തിൽ പറയും, ഉമ്മ നിസ്കരിക്കാതെ പോയി പറഞ്ഞാളാ. അപ്പൊ കുട്ടി പോയിട്ട് പറയും, ഉമ്മ നിസ്കരിക്ക. എന്ന് പറഞ്ഞാൽ കുട്ടി പ്രായത്തിന്റെ ഉമ്മ കുട്ടികളെ പഠിപ്പിച്ച നുണ പറയാനാണ് അർത്ഥം. ഇനി ഈ കുട്ടി ദുനിയാവ് രക്ഷപ്പെടും. നേരെ മറിച്ച് ബോധമില്ലാതെ പിന്നെ മാതാവ് എത്ര പ്രയാസപ്പെട്ടാലും നാഥുവിന്റെ കളവ് പറയരുത് മോനെ. കള്ളന്മാരോട് പറഞ്ഞു, എന്റെ മാതാവിനോട് പറഞ്ഞതാ നാഥുകൊണ്ട് നുണ പറയരുതെന്ന്. എന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് പറയുമ്പോ ഉമ്മമാരെ, അവിടെയാണ് ഒരു മാതൃകാ മഹിളയുടെ ജീവിതം, ഒരു കുടുംബ നായികയുടെ വിശുദ്ധി. കൈപ്പേറിയതാണെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിലും ഒരു ഉമ്മാന്റെ നാവിൽ നിന്ന്, ഒരു ഉമ്മാന്റെ പ്രവർത്തനത്തിൽ നിന്ന് നന്മ കാണാനും കേൾക്കാനും മക്കൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുക്കളയിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. പിതാവിന് അതിന് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. കുട്ടികളുമായി ഇടപഴകാൻ പിതാവിന് സമയമുണ്ടാവില്ല. കുട്ടികളോട് പറഞ്ഞാലും നന്നാവില്ല. നേരെ മറിച്ച് കുട്ടികളുടെ ജീവിതത്തിൽ നന്മ മാതാവിലൂടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം നിലനിൽക്കില്ല. ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന് എന്താണോ മാതാക്കൾ ചെയ്തു കൊടുക്കുന്നത് അതാകും നമ്മളെ കുട്ടികളിലേക്ക് സന്നിവേശിക്കുക. പതിനടക്കിനോട് ഒരാൾ പറഞ്ഞു, പഴയ കാലത്ത് വളർന്നു വരുന്ന തലമുറ മാതാപിതാക്കന്മാര് കാഷ്ടിച്ചാൽ കാഷ്ടം കൈകൊണ്ട് വൃത്തിയാക്കി കൊടുക്കും. പഴയ കാലം ഉമ്മ വയസ്സായി കിടക്കുന്ന സമയത്ത് ഉമ്മ കാഷ്ടിച്ചാൽ ആ ഉമ്മാന്റെ കാഷ്ടം അല്ലെങ്കിൽ ഉപ്പാന്റെ കാഷ്ടം കൈകൊണ്ട് വൃത്തിയാക്കാൻ പഴയകാല സമൂഹത്തിന് മടിയില്ല. എന്താ കാരണം? ആ ഉമ്മ ആ കുട്ടിയോട് കാണിച്ച വാത്സല്യം അത്രമാത്രമായതുകൊണ്ട് അള്ളാഹു ആ കുട്ടികളെ മനസ്സിലിട്ട് കൊടുത്ത ഒരു കാരുണ്യമാണ്. കാരണം പഴയകാല ഉമ്മമാർക്ക് ഉറക്കില്ല മക്കളുണ്ടായ അവരുമ്മ കുട്ടിയെ ഒക്കത്ത് വെക്കും. ആ സമയത്ത് ആകെ വസ്ത്രത്തിൽ ആകെ വിസർജിക്കും കൂട്ടി. ആ ഉമ്മ അതൊക്കെ കഴുകി വന്ന് ഒരു അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് വീണ്ടും മടിയിൽ കാഷ്ടിക്കും. അതൊക്കെ കഴുകി വന്ന് ഒന്ന് കൊണ്ടുപോയി കിടത്തേണ്ട നേരം തൊട്ടിൽ കാഷ്ടിക്കും. കാഷ്ടമൂത്രം കഴുകലും അത് വൃത്തിയാക്കലും കഷ്ടപ്പാട് വെട്ടങ്ങേറും പ്രയാസം ഒരു കുട്ടി ഉണ്ടായ പഴയകാല അമ്മമാർ അവർക്ക് ഉറക്കില്ല. ഭർത്താവ് വിളിച്ചാൽ പോലും എനിക്ക് ക്ഷീണുണ്ട് പനിയുണ്ടെന്ന് പറയുന്ന പെണ്ണ് കുട്ടി പോകാനെന്ന് കരഞ്ഞാൽ ഓടി വന്ന ആ കുട്ടിയെടുക്കും. അത് ഉമ്മാർക്ക് അവിടെ അന്നത്തെ വാത്സല്യ സ്നേഹ. അങ്ങനെ കുട്ടി വളർന്നപ്പോ അള്ളാഹു ആ കുട്ടികളെ മനസ്സിൽ ഒരു കാരുണ്യം വിട്ടുകൊടുത്തു. മോനെ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പയാ, അതുകൊണ്ട് അവരെ സ്നേഹിക്കണമെന്നൊരു കാരുണ്യം, ഒരു കൃപ കുട്ടികളുടെ മനസ്സിൽ അള്ളാഹു കാരുണ്യം കൊണ്ടവന്റെ ഔദാര്യം കൊണ്ടിട്ട് കൊടുത്തപ്പോ കുട്ടികളുടെ മനസ്സ് നന്നായി. മാതാപിതാക്കളെ കാഷ്ടം കോരാൻ താല്പര്യം അവർക്കുണ്ടായി. നന്നോ ഇന്ന് 11 പോയി നമുക്ക് സമയമില്ലല്ലോ. ഉമ്മ ബാപ്പിയൊക്കെ അന്ന് VIP ആണ്, VVIP ആണ്. കുട്ടികളങ്ങനെ കുട്ടികളുടെ ലോകത്ത് വളരാൻ മാതാപിതാക്കൾ അടിച്ചു പൊളിച്ചു നടക്കുക. ആ ഒരവസ്ഥയിൽ തന്നെ ഇന്നിപ്പോ അങ്ങനത്തെ കാശ് കഴിക്കുന്ന വൃത്തിയാക്കണം പണിയൊന്നും നമുക്ക് ഇല്ല അല്ലേ? അതിലിപ്പോ കൊണ്ടൊന്നും ചെയ്യണം പറഞ്ഞാൽ നടക്കൂല. ആ ഒരവസ്ഥയിലേക്ക് എത്തി. ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പമ്പൈസ് വാങ്ങാൻ കുട്ടികളെ കയറ്റി കൊടുക്കുക, ഉമ്മാനെ പണി കഴിഞ്ഞു. അതാണ് കയറ്റി കൊടുക്കുന്നതോട് കൂടി പിന്നെ 9 മണിക്കത്തെ എപ്പിസോഡ്, 9:30 എപ്പിസോഡ്, 10 എപ്പിസോഡ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാണല്ലോ. ഒന്നും പുറത്തു പോകില്ല. ഏകദേശം ഒരു വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഈ പമ്പേഴ്സ് ചെയ്ത് ഇങ്ങനെ നടന്ന് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കി വേറൊന്ന് കയറ്റി കൊടുക്കുക, കാഷ്ടം കഴുകി കൊടുക്കുക, മൂത്രം കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ഇല്ല. കുട്ടി വൈകുന്നേരം വരെ നടക്കുന്നത് കാഷ്ടത്തിലാണ്, മൂത്രത്തിലാണ്. ഇത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ ഇതേപോലെ അവസ്ഥയിലേക്ക് വാപ്പി കിടക്കേണ്ടി വരും, കാഷ്ടത്തോടെ കിടക്കേണ്ടി വരും. ഉമ്മ കാഷ്ടിച്ചവിടെ കിടക്കേണ്ടി വരും കാഷ്ടത്തിൽ. കുട്ടി ചിന്തിക്കുന്നത് കിടക്കട്ടെ, ഇതിങ്ങനെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം, എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. അവസാനം വൈകുന്നേരം വന്ന് കുട്ടികൾ മോട്ടറാൻ കഴിക്കും. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കൊടുത്തത് വലുപ്പത്തിൽ കുട്ടികളെ നിങ്ങട്ട് കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് സമൂഹത്തിൽ കൊടുക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അള്ളാഹു നല്ലൊരു മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. എന്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നോ അത് തിരിച്ചു കിട്ടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കുഞ്ഞുമോളാകുന്ന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നുറങ്ങുകയാണ്.
അല്ലാഹുവിന്റെ റസൂൽ നേരെ ചെന്നിട്ട് കാലുകൊണ്ട് തട്ടി വിളിച്ചു ബീബി ഫാത്തിമാനെ. എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക് മോളെ, എഴുന്നേൽക്ക്, സുബഹിക്ക് ശേഷം ഉറങ്ങല്ല മോളെ. ഷഫീഉനാ റസൂലുള്ളാഹി, സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. സുബഹിക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യോദയം വരെ ഉറങ്ങാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആയുസ്സും ഭക്ഷണവും കണക്കാക്കുന്ന സമയം, അതെങ്കിൽ കണക്കാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയം അതാണ്. അതുകൊണ്ട് സുബഹി നിസ്കരിച്ചത് മുതൽ ഏകദേശം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ല എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയെ ഉറങ്ങാതെ വിളിച്ചുണർത്തി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ, എന്റെ പൊന്നുമല്ല ഫാത്തിമത്തു കിതാഅത്തു ഖബദി, ഫാത്തിമത്തു ബിദഅത്തു മിന്നി, ഷഫീഉനാ റസൂലുള്ളാഹി. എന്റെ മോള് എന്റെ കരളിന്റെ കഷ്ണ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം പോലും പൊന്നു മോളെ സുബഹിക്ക് ശേഷം ഉറങ്ങാനായില്ല. മോളെ എഴുന്നേൽക്ക്, മോളെ എഴുന്നേൽക്ക്. അവിടെയാണ് ഒരു പിതാവിന്റെ മാതൃക, അവിടെയാണ് ഒരു ഉമ്മാന്റെ മാതൃക. അതിന് മോളെ എഴുന്നേൽക്കാൻ ഇപ്പോഴെ കിടന്നുറങ്ങല്ല, ഉമ്മ ഇപ്പോഴത്തെ കിടന്നുറങ്ങല്ല. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് മക്കളെ വിളിച്ചുണർത്തിയിട്ട് ആ മക്കളോട് അതിന്റെ അബദ്ധവും ദുരന്തവും നന്മയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാതാവ്. അതാ മാതാവിന്റെ കുട്ടികളെ മാതാവിന്റെ ജീവിതത്തിലൂടെ തലമുറ കാണുകയാണ്. എന്നാൽ ഇന്ന് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ കാണാനുള്ളത് നല്ല ഒരു മാതാവിനെ നമ്മളെ തലമുറക്ക് ലഭിക്കുന്നില്ല. നല്ല ഒരു തലമുറ മാതാവിനെ ഇന്ന് കുട്ടികൾ കിട്ടുന്നില്ല. അടുക്കള ജോലി ഉമ്മാക്ക് ചെയ്യാൻ പ്രയാസം വരുമ്പോ കുട്ടികളെ കയ്യിൽ വല്ല മൊബൈല് മാപ്പിളപ്പാട്ട് ഓണാക്കി കൊടുക്കുക അമ്മ. നല്ല മാപ്പിളപ്പാട്ട്, ആ മാപ്പിളപ്പാട്ട് ഓണാക്കിയിട്ട് ഉമ്മ കുട്ടിന്റെ കയ്യിലൂടെ കൊടുത്താൽ പിന്നെ അമ്മക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെ അങ്ങനെ ഇരുന്നോളൂ, ഒരു ബുദ്ധിമുട്ടില്ല. ഈ ടാബ് അല്ലെങ്കിൽ ഈ മൊബൈൽ നോക്കി അങ്ങനെ ഇരുന്നോളൂ. അതിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടിപ്പിടിക്കുന്നതും ആനന്ദിക്കുന്നതും ആ പ്രേമ നിരാശ കാട്ടിക്കൂട്ടലുകളും ഇതൊക്കെ ഇങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടെ കുട്ടി ഇങ്ങനെ കണ്ടിരിക്കുക. അമ്മക്കൊരു ബുദ്ധിമുട്ടില്ല. മക്കളുണ്ടായി എന്നുള്ള ഒരു പ്രയാസം മാതാവിനെ വരില്ല. പക്ഷെ കാലാന്തരത്തിൽ എന്താ സംഭവിക്കറിയോ? ഈ കുട്ടി ഇങ്ങനെ കേൾക്ക ഒരു നോട്ടം കൊണ്ട് എന്റെ മനസ്സിൽ ഒളി അമ്പറിനുള്ള പെണ്ണെ, നിന്റെ ചുകച്ചുകപ്പുള്ള മേനി പെണ്ണെ എനിക്ക് മാത്രമല്ലേ, നിൻ വിമ്പിടക്കണ കണ്ണും നിന്റെ മധുരമുറണ ചുണ്ടും നിന്റെ നുണക്കുഴിക്കവളഴകും പെണ്ണെ എനിക്ക് സ്വന്തമല്ലേ, നിൻ മാറിലൊന്ന് ചായാൻ ഒരു മധുര ചുംബനമേകാൻ. ഇങ്ങനെ കണ്ടിരിക്ക. പിന്നെ കുട്ടി കരയോ? ചുളം കരിയിലെ കുട്ടി. പിന്നെ എന്തായി കുട്ടി കേട്ടോണ്ടിരിക്കണത്? മാതാവിന് ഒരു പ്രയാസമില്ല, അപ്പാക്ക് ഒരു പ്രയാസമില്ല. ഉമ്മാക്ക് വേണമെങ്കിൽ ഖുർആനോദ, അടുക്കള ജോലിയൊക്കെ ചെയ്യാം. ഉപ്പാക്ക് വേണമെങ്കിൽ എവിടേക്കും പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടിക്ക് ഇതാ ഇട്ടുകൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അടുക്കളയിൽ ഈ മൊബൈലിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ചുകച്ചുകപ്പുള്ള മേനി എന്ന് പറയുമ്പോ കുട്ടി അടങ്ങിട്ട് ഉമ്മാനെങ്ങനെ നോക്കുന്നുണ്ടാകും. അതും സാധനം പണ്ടല്ല, ചോപ്പുണ്ടാകും. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും ഉമ്മാക്കും കുറച്ചൊക്കെ ചുവപ്പുണ്ട്, തിരക്കടില്ല. നാളെ പിറ്റേന്ന് ബാപ്പ അടുക്കളയിൽ കയറി ചെല്ലുമ്പോ റൂമിലിട്ട് സ്വന്തം ഉമ്മാന മക്കള് ബലാത്സംഗം ചെയ്ത് കണ്ട ബാപ്പ തടയണ്ട, നിസ്കരിക്കണം, നിസ്കരിക്കണം, ബാപ്പയാക്കണം. ഞാന് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു എന്ന് വിധി എഴുതിയാൽ മതി. ഇവിടെയാണ് അപകടം, ഇവിടെയാണ് അപകടം. നല്ലത് കാണിക്കേണ്ട, നല്ലത് കേൾപ്പിക്കേണ്ട മാതാവിന്റെയും പിതാവിന്റെയും ജീവിതത്തിൽ നിന്ന് തലമുറക്ക് നല്ലത് കിട്ടും. നമ്മൾ ആടെന്താ കൊടുക്കണത് അതിനേക്കാൾ ഇരട്ടി പലിശ സഹിതം കിട്ടും. പണ്ടൊരു വാപ്പ റോട്ടുമാരി ഇരിക്കുക, ഒരു മകൻ വന്ന് വാപ്പാനെ ഒറ്റ ചവിട്ടാണ്. ചവിട്ട് കിട്ടിയിട്ട് വാപ്പ തെറിച്ചങ്ങ് വീണു. റോട്ടുമ കിടന്ന് വാപ്പ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, എന്തെങ്കിലും മക്കളെ ചവിട്ടെടുപ്പ് ചിരിക്കലാ? അപ്പൊ ഇയാള് പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ എന്റെ വാപ്പാനൊന്ന് തോണ്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ചെറുപ്പത്തിൽ ഇയാളെ വാപ്പാനൊന്ന് തോണ്ടിയപ്പോ ഇയാൾക്ക് ഇയാളെ മക്കളെ ഒന്ന് കിട്ടിയത് നല്ലൊരു ചവിട്ട ഇരട്ടിയ. അതിനകത്ത് ചിരിക്കുന്ന ചെറിയ പറഞ്ഞ അല്ലോടോ ഞാൻ ചിരിക്കണത്, ഓനിക്കിനി ഓന്റെ മക്കളിൽ എന്താ കിട്ടാൻ നോർത്തപ്പോ ചിരി വന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതേപോലെ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് 7 വയസ്സായാൽ നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതൊരു പ്രയോഗം മാത്രമാണ് കൽപ്പിക്കുക എന്നത്. പെൺകുട്ടികളാണെങ്കിൽ ഉമ്മ 7 വയസ്സായാൽ നിങ്ങളെ ഒപ്പം നിർത്തി നിസ്കരിപ്പിക്കണം. ഒപ്പം നിർത്തി 7 വയസ്സായാൽ ഒപ്പം നിർത്തിയിട്ട് ഉമ്മ കുട്ടികളെ കൊണ്ടാണ് നിസ്കരിപ്പിക്കണം. നിസ്കാര കുപ്പായ കട്ടുകൊടുത്ത് ശരിക്കും മറച്ചിട്ട്, അല്ലാതെ ഷെഡിങ് കുപ്പായിട്ട് നിസ്കരിക്കാൻ പാടില്ല. ചില അമ്മാൻ എങ്ങനെയാണ് 7 വയസ്സായിട്ട് നിസ്കരിച്ചാൽ ആ കുട്ടി ഷെഡിട്ടുണ്ടാവും, കുപ്പായം നിൽക്കുന്നുണ്ടാവില്ല. അതിങ്ങനെ അള്ളാരെ കളിയാക്കുന്നത്. ചെറുപ്പത്തിലെ അള്ളാരെ കളിയാക്കാൻ പഠിപ്പിക്കാം.
ശരിക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന വസ്ത്രം ധരിപ്പിച്ച് 7 വയസ്സായ പെൺകുട്ടികളാണെങ്കിൽ ഉമ്മാന്റെ കൂടെ നിന്ന് നിസ്കരിപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ ആ കുട്ടികളെ അടിക്കണം. എന്തിനാണ് പറഞ്ഞറിയോ? 7 വയസ്സായാൽ നിസ്കരിക്കണം എന്ന് കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കും. 7 വയസ്സിൽ 8ാമത്തെ വയസ്സിൽ പോയാൽ കുട്ടി പറയും, കുട്ടിയോട് 7ാമത്തെ കുട്ടിയല്ലേ സാരല്ല, കുട്ടികളോട് നിസ്കരിക്കാനൊന്നും പറയണ്ട എന്ന് പറഞ്ഞ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, ഉപ്പ നിസ്കരിക്കുന്നുണ്ട്. 7 വയസ്സായ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ 8ാമത്തെ വയസ്സിൽ ഈ കുട്ടിയോട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി പറയും, ഉമ്മ അമ്മാന്റെ പണി നോക്കിക്കോ, ഞാൻ ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിച്ചോളാം, പിന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. 10 വയസ്സായാൽ അടിക്കണം. എന്താ കാരണം അറിയോ? അന്ന് തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് തന്നെ അന്ന് തിരിച്ചു കിട്ടൂല. നേരെ 10 വയസ്സായി എന്ന് കരുതി കുട്ടി ചെറുതല്ലേ, ചെറിയ മക്കൾ അടിക്കണം എന്ന് കരുതിയാൽ 11ാമത്തെ വയസ്സിൽ അടിച്ച വാപ്പാന്റെ പേരിനെ കുറ്റി മക്കൾ കാണിച്ചു ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 7 വയസ്സായ നിങ്ങളെ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ നിർത്തി നിസ്കരിപ്പിച്ച് പരിശീലിപ്പിക്കണം. ഒരു വഖത്ത് പോലും ഖളാക്കാൻ മക്കൾ അനുവദിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ബേബി ഫാത്തിമ, റസൂലുള്ളാഹിന്റെ പൊന്നുമോളാണ് പൊന്നുമോള്. ആ പൊന്നുമോളോട് സുബഹി നിസ്കരിക്കാൻ ദുബൈയുടെ മുമ്പേ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ്. സുബഹി നിസ്കരിക്കാൻ പഠിപ്പിച്ചെന്ന് മാത്രമല്ല, സുബഹിക്ക് ശേഷം ഉറങ്ങല്ല മോളെ. ഒരു ദിവസം ഉറങ്ങിയപ്പോഴേക്ക് ഓടി വന്ന് കാലുകൊണ്ട് തട്ടി വിളിച്ചു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അവിടെയാണ് സഹോദരികളെ നമ്മളെ മാതൃകയുണ്ടാകേണ്ടത്. അവിടെയാണ് ഉമ്മമാരെ നമ്മളെ മാതൃകയാവേണ്ടത്. അപ്പൊ ജീവിതത്തിൽ നന്മയുള്ള മാതൃകയും ഖൈറുള്ള മാതൃകയും സ്ത്രീ സമൂഹത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ആ കുടുംബം ഇസ്ലാമികവും നന്മയുള്ളവരായി മാറുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീന് കല്യാണം കഴിക്കാൻ പറയുന്ന സ്ഥലത്ത് പോലും പെണ്ണിനെ കൊണ്ട് വിജയം വരിക്കണം എന്ന് പറയാൻ കാരണം പെണ്ണിനെ കൊണ്ട് പെണ്ണ് നന്നായാൽ മാത്രമേ എന്റെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പെണ്ണ് നന്നായാൽ മാത്രമേ കുടുംബം നന്നാവൂ. അപാകതകളും പോരായ്മകളും പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്കുണ്ടാകണം. സ്ത്രീകൾക്ക് അതിന് സാധിക്കണം. അല്ലാതെ സ്ത്രീ തന്നെ ഇഷ്ടം പോലെ ജീവിക്കുന്ന പെണ്ണായി മാറിയാൽ പിന്നെ ആ അടുക്കള, ആ വീട്ടിൽ വളരുന്ന ഒരാളെയും നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുട്ടി കേടുവരാനുണ്ടായ കാരണം അവിടെയാണ്. കാരണം ഭാര്യ കാഫിറായി മാറിപ്പോയി. അവിടെയാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ട. നേരെ മറിച്ച് ഫിറഔന് വളർത്തിയ കുട്ടിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്തേ കാരണം? ഇസ്ലാമിക ചരിത്രത്തിലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ഞാൻ എന്റെ റബ്ബിനെ വിട്ട് സഞ്ചരിക്കൂല എന്ന് ചിന്തിച്ച ഏറ്റവും നല്ല മഹിള, സ്വർഗാവകാശികളുടെ നേതാവായി വിശുദ്ധമായ ഖുർആൻ എഴുതിയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആസിയ ബീവിക്ക് പ്രത്യേക മാതൃകകളുണ്ട്. ആസിയ ബീവി ഇസ്ലാമികമായി ജീവിക്കുന്നത് വിപരീതമായ, അതല്ലെങ്കിൽ വളരെ തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ്. അനുകൂലമല്ല, സാഹചര്യങ്ങൾ ഒരിക്കലും അനുകൂലമല്ല. എന്നിട്ട് പോലും മഹദി ചിന്തിച്ചത് എനിക്ക് മരിച്ചു പോകണം, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണം, അതുകൊണ്ട് എന്റെ റബ്ബ് വരുത്തപ്പെടാത്ത ഒന്നും ഞാൻ പ്രവർത്തിക്കൂല എന്ന് തീരുമാനിക്കുന്ന ഒരു മനസ്സ് ആസിയ ബീവിക്കുണ്ടായി. ഭർത്താവ് ഫിറഔൻ മാത്രല്ല, മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ ആണിയടിച്ച് കൊല്ലുന്നത് കണ്ണുകൊണ്ട് കണ്ട മഹദിയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആരെങ്കിലും ഇസ്ലാമിക ക്രിസ്തുവിനെ സ്വന്തം ഭർത്താവ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ ആണിങ്ങനെ ശരീരത്തിലൂടെ ആണി അടിച്ച് കയറ്റിയിട്ട് കൊല്ലുക. ഖുർആൻ തന്നെ ഫിറഔനെ പരിചയപ്പെടുത്തി അത് നേരിട്ട് കണ്ട മഹദിയാണ് ആസിയ ബീവി. ആ ആസിയ റളിയല്ലാഹു അൻഹയാണ് ഈ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചെന്റെ സഹോദരികളെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും. ഇന്നത്തെ നമ്മളെ ദുരന്തം അറിയാം, പെണ്ണുങ്ങൾ നല്ല ആളുകളാണ്, പക്ഷെ സ്ത്രീകളൊക്കെ ഒരു ദുരന്തം. മഹാനായ ശിവൻ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സ് ഉസ്താദ് എപ്പോഴും പറയും, ഇന്നത്തെ മുസ്ലിമീങ്ങൾ വെച്ചിട്ട് അപകടം മുത്തനബിയുമാണ് ഇബ്ലീസുമാണെന്നുള്ള അഭിപ്രായക്കാരുണ്ട്. രണ്ടാളും ആരും ഉറപ്പിച്ചണ്ട, മുത്തനബിയുമാണ് ഇബ്ലീസുമാണ്, ആരും ഉറപ്പിക്കണ്ട, എല്ലാരും വേണം. അതിന് ഉസ്താദ് പറയും, ക്ലാസ് കൊണ്ട് വെള്ളം കുടിക്കല് വലത്തെ കൈ കൊണ്ടാണ് ഒരാൾ വെള്ളം കുടിക്കേണ്ടത്,
വലത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച വെള്ളം കുടിച്ച ഒരാളെ മുത്തനബി ശാസിച്ചപ്പോ അത് സ്വീകരിക്കാതെ വന്നപ്പോ കുരുത്തക്കേട് കൊണ്ട് കൈ തളർന്നുപോയി എന്ന് പോലും ഹദീസിൽ കാണാൻ കഴിയും. വലത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കണം, വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇന്നത്തെ മനുഷ്യന്മാർ വലത്തെ, അതാ റസൂലുള്ളാഹിക്ക് ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുക. കാരണം എന്താ, വലത്തെ കൈ വെച്ചാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടുള്ളൂ, ഇബ്ലീസിന് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. നമ്മളിപ്പോ രണ്ടാളി ആളല്ലേ, നമ്മൾ രണ്ടുകൂട്ടരെ ആൾക്കാരാണ്. അതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക. അപ്പൊ ഇബ്ലീസിന് ഇഷ്ടം ഉണ്ടാവുള്ളൂ, റസൂൽ നമ്മൾ നിർത്താലോ വേണ്ട, ഇതുകൊണ്ട് താങ്ങി കൊടുക്കുക. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക, വലത്തതോട് താങ്ങി കൊടുക്കുക. എന്താ, ഇബ്ലീസുമാണ് മുത്തനബിയുമാണ് എന്ന് പറയുന്ന ഒരു അപകടമാണ് ഇന്ന് അധികം. സ്വലാത്തിനും ദിക്റും സ്ത്രീകൾ വരുമോ, എങ്ങനെ പാർത്തിയൊക്കെ നല്ല വിശാലമായിട്ട് സ്വലാത്തിനും ദിക്റിനൊക്കെ താത്ത സ്ത്രീകളുണ്ടാവും. അതേ സ്ത്രീ കലോത്സവത്തിനും ഗാനമേളക്കും പോവുക, ട്രൗസർ ഇട്ട് അങ്ങോട്ടും പോകും. ഇതാണ് ഏറ്റവും വലിയ ഗാനമേളയിൽ വേണ്ടാത്തരങ്ങൾ ഹറാമുകളുണ്ടോ, അതിനൊക്കെ സ്ത്രീകൾ പോകും. സ്വലാത്തും ദിക്റൊക്കെ ഉണ്ടോ, വയറൊക്കെ ഉണ്ടോ, അതിനൊക്കെ മുന്നിൽ വന്നിരിക്കും. എന്ത് വേണ്ടാത്തരങ്ങൾക്കും മുന്നിൽ പെണ്ണ്, എല്ലാ നല്ലതിനും മുന്നിൽ പെണ്ണ്. പിന്നെ ആ സ്ത്രീകളിലൂടെ വളരെ നാക്കളികളോ. ഒരിക്കൽ ഞാൻ നമ്മുടെ നാട്ടിലൊരു ഒരു കല്യാണത്തിനുണ്ട്. നാളെയാണ് കല്യാണം, ഇന്നാണ് ആ കല്യാണത്തിന് രാത്രി പോയതാണ്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പേരിൽ ഗാനമേള നടക്കുക. ഞാനിത് അറിയില്ല, ചെന്നാണ് പെട്ടതാ. ഗാനമേള നടന്നപ്പോ ഞാനാണ് ചെന്ന് ഇറങ്ങിയതോടൊപ്പം അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇറങ്ങി ഓടി, ചിലർക്ക് ടോയ്ലറ്റിൽ ഓടി, ചിലർ മൂത്രമേരിക്കോ, എല്ലാവരും ഓടി അടുക്കളയൊക്കെ ഓടി രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങളെ പോകും, അതിനുള്ള ബഹുമാനം കൂടെ ആയിരിക്കില്ലേ? അല്ല, എല്ലാ മാസവും ഞാൻ അവിടെ ഒരു സ്വലാത്തിന് ഏർപ്പെട്ട കൊടുക്കാറുണ്ട്. ആ സ്വലാത്തിന് വരുന്ന സർവാക്കപ്പെട്ട സ്ത്രീകളെ ഇതൊക്കെ. അപ്പൊ ഈ സ്ത്രീകൾക്കുള്ള വേചന പഠിച്ചോനെ, ഇയാള് വന്നല്ലോ, ഇയാൾ അടുത്ത മാസം വന്ന് തെലങ്കുടി വേണം പോകുന്നുള്ള പേടിയാണ്, അല്ലാതെ ബഹുമാനിച്ചോടിയതല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഗാനമേളയിൽ വേണ്ടാത്തരങ്ങളുണ്ടോ, ഇതിലൊക്കെ സ്ത്രീകൾ മുന്നിലുണ്ടാവും, ഇതിനൊക്കെ പോണം. കല്യാണത്തിന് പോവുകയാണോ, എന്നാ പിന്നെ ആ തട്ടൊക്കെ കാട്ടി, പുറത്തൊക്കെ മുടിയൊക്കെ കാട്ടി, ആ അടിച്ചു പൊളിച്ച ആളുകളൊക്കെ കാണുന്ന രൂപത്തിലേ പെണ്ണ് പോവുള്ളൂ. സ്വലാത്തിനും പ്രായത്തിനും വരികയാണോ, എല്ലാ പുറത്തെ കെട്ടാതെ കൂടെ വരുള്ളൂ. ഈ ഒരു അവസ്ഥ മഹതിയായ ബീബി ആസിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഭർത്താവ് വിമർശിച്ചാലും എതിർത്താലും, നാട്ടിൽ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അവരാണിയടിച്ച് ക്രൂശിച്ചു കൊന്നാലും, എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം മതി, എനിക്ക് അള്ളാഹുവിന്റെ ലോകത്തുള്ള രക്ഷ മതി, എനിക്ക് ഈ ഭൂമിയിൽ ഒരു സുഖവും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മനസ്സും അതിനനുസൃതമായി മക്കളെ വളർത്താനുമുള്ള ഒരു മനസ്സ് ആസിയ ബീവിക്കുണ്ടായെങ്കിൽ, എന്റെ സ്ത്രീകളെ, സഹോദരികളെ, ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറയട്ടെ, അടുക്കളയും വീടും കുടുംബവും ശുദ്ധിയാക്കി കൊണ്ടുവരേണ്ടത് ആസിയ ബീവിയുടെ മാതൃക സ്വീകരിക്കുന്ന സ്ത്രീകളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ജീവിതത്തിൽ നിന്നുകൊണ്ട് നന്മയുണ്ടാകണം, നന്മ കാണണം, നന്മ കേൾക്കണം. പഴയകാല സമൂഹം ഒന്നും നന്നായത് പഠിച്ചത് കൊണ്ടല്ല, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പറഞ്ഞല്ലോ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പറഞ്ഞല്ലോ, നമ്മുടെ വിദേഹത്തിലേക്കുള്ള വളർന്നു വരുന്ന തലമുറയുടെ ചേക്കേറ്റം. പാവം ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഉമ്മാന്റെ അടുത്തേക്കൊന്ന് പോയി ഒരു യാസീൻ ഓതാൻ മടിക്കുന്ന മക്കൾ. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് റോഡിലൂടെ പോകുന്ന മൂല്യരെ വിളിക്കുക, മൂല്യരുട്ടിനെ എന്ത് പറയാ, ദ്വാരിക്കണം, ഞാൻ മരിച്ച നിങ്ങൾ ദ്വാരിക്കണം, എന്റെ മക്കൾ എന്തായാലും എനിക്ക് വേണ്ടി ദ്വാരിക്കൂല, എന്റെ മക്കൾ എന്തായാലും എനിക്ക് വേണ്ടി ദ്വാര ചെയ്യൂല, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരിക്കണം. സത്യത്തിൽ ഒരു മനുഷ്യന് കുടുംബത്തെ കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷം ഇവിടെ അറിയും, ഇവിടല്ല. ഇവിടെ ഒന്നും സന്തോഷം കിട്ടാൻ, ആസ്വദിക്കാൻ സമയമില്ല, അതിന്റെ ഇടയ്ക്ക് പോകേണ്ടി വരും. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ എന്താ ആസ്വദിക്കാനുള്ളത്? ഇവിടെ മക്കളിരുന്നൊക്കെ സമ്പത്ത് കിട്ടാനാകുമ്പോഴേക്ക് നമുക്ക് ഷുഗർ വരും, കൊളസ്ട്രോള് വരും. ഇവിടെ നമ്മളെ വീട്ടിലുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മളെ തെങ്ങും ഇതൊക്കെ ശരിയാക്കാൻ അണ്ണാച്ചിക്ക് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി തിന്നേണ്ടി വരും. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാലം കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആടും കോയും പോത്തൊക്കെ നല്ല വരട്ടിയിട്ട് തെങ്ങ് വൃത്തിയാക്കണ, പറമ്പ് വൃത്തിയാക്കണ അണ്ണനെ കൊടുക്കുക. നമ്മളാ ഉണക്ക ചപ്പാത്തി. പാവങ്ങൾ മക്കൾ 50,000 കൊടുത്താലും ഞമ്മക്ക് ഉണക്ക ചപ്പാത്തി തന്നെ വെച്ചോളൂ. മക്കൾ 1,00,000 ഉറുപ്പ് കൊടുത്താലും ഞമ്മക്ക് ആ സമയത്ത് ആ ചപ്പാത്തിനെ വെച്ചോളൂ, പറന്നു പറ്റൂല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ രോഗത്തിലേക്ക് നീങ്ങാണ്. പിന്നെ മക്കളെ കൊണ്ട് കിട്ടേണ്ട സന്തോഷപ്പെടുന്നറിയാം. ഒന്ന് വാർദ്ധക്യത്തിൽ, മറ്റൊന്ന് ഊഞ്ഞാലിന്ന് പോയതിന് ശേഷം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു മക്കൾ?
പിന്നെ എന്തിനു നമ്മൾ ഇവരെ വളർത്തി? സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ആഗ്രഹിച്ചത് അവിടെയാണ്. നിങ്ങൾക്കറിയാം, മഹാനായ ശൈഖുനാ കോയക്കുടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. ഇത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സഹോദരന്മാരെ പരിപാടിയുണ്ട്. അവിടെ നമുക്ക് മഹാനായ ശൈഖുനാ കോയക്കുടി ഉസ്താദിനെയും സൈനുൽ ഉലമയും ഒക്കെ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ശൈഖുനാ കോയക്കുടി ഉസ്താദ് അല്ലാഹുവേ ആഖിറ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ലോകത്തോട് വിട പറയുന്നത് എവിടെയാ വെച്ചാണെന്നറിയോ രക്ഷിതാക്കളെ, ഉമ്മമാരെ? ഒരൊറ്റ ദിവസം പോലും ഇടകൊടിയാതെ കോയക്കുട്ടി ഉസ്താദ് രോഗിയായി വീട്ടിൽ കിടക്കുന്ന സമയത്തും സ്വന്തം മക്കളെയും ഭാര്യയെയും തന്റെ റൂമിൽ ഇരുത്തിയിട്ട് മനുഷ്യന്റെ ഇടയിൽ ദിക്ർ ചൊല്ലാത്ത ദിവസമില്ല. മഹാനായ ശൈഖുനാ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ ചാപ്പനങ്ങാടിയുടെ ആ കിട്ടിയ ദിക്ർ അത് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും കൂടി കൂട്ടമായി ചൊല്ലും. ഒരൊറ്റ ദിവസം ഇടപെടാതെ ചൊല്ലും. എല്ലാ ദിവസവും അവിടെയാണ് മാതൃക. അതാണ് മാതൃക. അല്ലാതെ ഉപ്പ ഒരു ഭാഗത്ത്, ഉമ്മ മറ്റേ ഭാഗത്ത്, മക്കള് വാട്സാപ്പിലും ഫേസ്ബുക്കിലും. ഇതാണ് ഇന്നത്തെ ലോകം. ഉപ്പ എവിടെ? ഉപ്പ പള്ളിയിൽ. ഉമ്മ എവിടെ? ഉമ്മ അടുക്കളയിൽ. മക്കള് വാട്സാപ്പിലും ഫേസ്ബുക്കിലും. ഇതാണല്ലോ ഇന്നത്തെ ലോകം. അങ്ങനെയല്ല. അപ്പോഴും ആ നന്മ, അടുക്കളയിലെ നന്മ, വീട്ടിന്റെ നന്മ കാത്തു സൂക്ഷിക്കാം. ഉപ്പ രോഗിയായി കിടക്കുന്ന സമയത്തും എല്ലാ ദിവസവും ചാപ്പനങ്ങാടി കൊടുത്ത ദിക്ർ മഹാനായ ശൈഖുനാ വീട്ടിന്റെ ഉള്ളിൽ നിലനിർത്തുക. അവിടെ മജ്‌ലിസുൻ നൂർ ആരംഭിച്ച SK7 പ്രവർത്തകന്മാർ വീട് വീടാന്തരം. ആ സമയത്ത് ഉസ്താദ് ആദ്യമായി അവരെ വിളിച്ചിട്ട് പറഞ്ഞത്, ആദ്യം നിങ്ങൾ എന്റെ പേരിൽ ചൊല്ലൂ എന്നാണ്. ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് SK7 കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എല്ലാ വീട്ടിലും മജ്‌ലിസുൻ നൂർ ചൊല്ലാൻ തീരുമാനിച്ചോ? എന്നാ എന്റെ വീട്ടിൽ ആദ്യം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് മക്കളെ കൂട്ടിയിരുത്തി SK7 പ്രവർത്തകന്മാരെ വിളിച്ച് മജ്‌ലിസുൻ നൂർ ചെല്ലിപ്പിക്കുക സ്വന്തം വീട്ടിൽ. നമ്മളൊക്കെ വീട്ടിൽ ഇനി മൗലൂദ് ഓതാൻ തന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോ ഒരു ഉസ്താദിനെ വിളിച്ചാലും നമ്മളെന്താ ചെയ്യാ? നമ്മൾ ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഞാൻ നേർച്ചാക്കിയതാണ് മൗലൂദ്, നിങ്ങൾക്കുള്ള മണിയാറത അവിടെ പോയിരുന്നോളി, ഒരു തലയണം കൊടുക്കും, ഒരു ഏടും കൊടുക്കും, നിങ്ങൾ ചൊല്ലിക്കൂടിയായി. ഇവിടെ മൗലവി ഉസ്താദ് എങ്ങനെ വൈത്തും ഹദീസും മൂപ്പരന്നെ വെയ്ത്തും അയാളെന്നെ ജവാബും ആ സാധുവിനെ ദ്വായും മൂപ്പരന്നെ ആമീനും മൂപ്പരന്നെ ആരുമില്ല. പാപ്പ നെയ്ച്ചോറ് ശരിയാക്കാൻ നോക്കുന്നുണ്ടാവും, ഉമ്മ ചാറ് ഉണ്ടാ നോക്കുന്നുണ്ടാവും, കുട്ടികളെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഉണ്ടാവും. ആർക്കും അതൊക്കെ വേണ്ടേ? നമ്മളൊക്കെ നല്ല ദീനിന്റെ ആൾക്കാരോ? നമ്മളൊക്കെ നല്ല ദീനിന്റെ ആൾക്കാർ തോന്നുന്നുണ്ടോ? നിസ്കാരം കൊണ്ട് നോമ്പോട് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നു? നിസ്കാരം നോമ്പോട്ടൊന്നും ഒരാൾ രക്ഷപ്പെടൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. നിസ്കാരം നോമ്പോട്ട് ആരും രക്ഷപ്പെടലോ? ഞാൻ വലിയ 5 വക്ത് നിസ്കരിക്കുന്ന ആളാ. 5 വക്ത് നിസ്കരിക്കാൻ 100 വക്ത് നിസ്കരിച്ചാൽ രക്ഷപ്പെടൂല. കാരണം നമ്മളെ നിസ്കാരല്ലേ ലക്കാനുമില്ലാതെ നിസ്കരിക്കുന്ന കപടന്മാർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തയ്യാത്തിന് നമുക്ക് മാറുന്നത് ഓർമ്മയില്ല. സുജൂദിനെ നമ്മൾ ശരിക്കും കണക്ക് തെറ്റില്ലാതെ കൂട്ടൽ അല്ലേ നമസ്കാരം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശരീരത്തിന് അമ്പിന്റെ കുറ്റി തറച്ചിട്ട് പറിക്കാൻ കഴിയാത്തതുകൊണ്ട് അലിയോട് പറഞ്ഞല്ലോ നിസ്കാരത്തിന്റെ സമയത്ത് പറിക്കാൻ. പറിച്ചിട്ട് അറിഞ്ഞില്ല. നമ്മളോ നിസ്കാരത്തിലെ ഒക്കെ അറിയുള്ളൂ. പണ്ടൊരു സ്ത്രീ പറഞ്ഞു, 2 സ്ഥലത്തേക്ക് പോയാൽ മറന്നതൊക്കെ ഓർമ്മയിലാണ് ഉസ്താദേ. ഞാൻ വിചാരിച്ചത് മക്കത്തൊക്കെ മദീനത്തേക്ക് വരും. താത്ത പറഞ്ഞല്ല. പിന്നോട് കേട്ടു, ഒന്ന് ബാത്തൂന്ന് കക്കൂസുക്കും ഒന്ന് നിസ്കാരം പൈക്കൂടാ. കക്കൂസ് പോയി ഇരിക്കുമ്പോഴാണല്ലോ മറന്നത് ഓർമ്മയില്ല. രണ്ടാമത്തെ നിസ്കാരപ്പായി അദ്ദേഹത്തിന് ഇരിക്കുമ്പോ നല്ല 2 സാധനങ്ങളിലെ എന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം കക്കൂസിൽ ഇരിക്കുന്ന നിസ്കാരപ്പായി ഇരിക്കുന്ന ഒരേപോലെ എടുത്തോ അല്ലേ? അപ്പൊ നമ്മളെ നിസ്കാരം ഇതൊക്കെ മതിയോ നമ്മുടെ ജീവിതത്തിൽ? ഞാൻ പറയുന്നു എന്റെ സഹോദരങ്ങളെ, പഴമ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ എന്റെ സ്ത്രീകളെ പുരുഷന്മാരെ കൊണ്ട് കഴിയണം. എന്തൊക്കെ നമ്മളെ മുൻഗാമികൾ നിലനിർത്തിയതെന്ന് ചിന്തിക്കാം. അത് ഞാൻ നിലനിർത്തില്ല, ഭാര്യ നിലനിർത്തില്ല, കുട്ടികളെ കൊണ്ട് നിലനിർത്തിപ്പിക്കും എന്ന് തീരുമാനിക്കാൻ കഴിയോ? പടച്ചോ നമ്മളെ കൂടെ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടാകും. എവിടെയും നമ്മൾ കഷ്ടപ്പെടില്ല, എവിടെയും നമ്മൾ പ്രയാസപ്പെടില്ല. അതാണ് പഴയകാല സമൂഹത്തിന് അല്ലാഹു കൊടുത്ത കാവൽ. അങ്ങനെയാണ്. ഇന്ന് നമ്മള് എവിടെ വേദന? ഉരക്ക് വേദന. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലെങ്കിൽ വയറിനൊരു വേദന, എന്താ ചെയ്യാ? ഇന്ന ഡോക്ടറെ പോയി. ഏതാ ഡോക്ടർ? ഇന്ന ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറാ. അയാളെടുത്ത് പോയി, വലുതും സുഖമില്ല. ഇനിയിപ്പോ ഏതാ? അതിന്റെ വയറിന്റെ ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എന്റെ സ്ഥലത്ത്, അവിടെ പോയി. സ്പെഷ്യലിസ്റ്റിനെ തേടി നടന്ന് അവസാനം ചികിത്സ ചെയ്യാതെ നാട്ടിൽ പോയി അവിടും ചികിത്സിച്ച് അവസാനം കോയമ്പത്തൂർ അമേരിക്കയിൽ കൂടെ എങ്ങനെയാണ് അവർക്ക് പോകാമല്ലാതെ നമ്മളെ രോഗം മാറിക്കിട്ടില്ല.
കാരണം അവിടെയും നമ്മൾ ചിന്തിക്കുന്നത് എത്ര നല്ലോണം ചിന്തിക്കുന്നത് പഠിച്ചോനെ എന്റെ രോഗം മാറാൻ അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന ചിന്ത ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ നിന്നെടുത്തു പോയി. മഹാനായ നാട്ടിലെ ഭീകരമായ രോഗം വന്നു, തലമത്തട്ടി എന്ന് പഴയ മക്കാരെ പറഞ്ഞിരുന്ന കോളറ രോഗം വന്നപ്പോ ആ രോഗം സുഖമാകാൻ പെട്ടെന്ന് ഛർദ്ദിക്കുന്നു, വയറ്റുന്നു പോകുന്നു, ആള് മരിച്ചു പോകുന്നു, രോഗം പടരുന്നു. മറവ് ചെയ്യാൻ പോലും ആളില്ലാത്ത ദുരന്തപൂർണമായ സാഹചര്യം വന്നപ്പോഴാണ് പറയുന്നത്, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ മദഹ് ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വാരിക്കുക. അങ്ങനെയാണ് മങ്കൂസ് മൗലിദ് ഓതുന്നത്, ചൊല്ലുന്നത്. വീടാന്തരം ആണുങ്ങളും പെണ്ണുങ്ങളും ആ മങ്കൂസ് മൗലിദ് വീടിന്റെ ഉള്ളിൽ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്തതോടെ ഭീകരമായ ബലാ അള്ളാഹു മാറ്റി കൊടുക്കുകയാണ്. ഇവിടെയാണ് അതെങ്ങനെയെന്നറിയോ? അത് ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദ് ചൊല്ലിയിട്ട് പെരിയിൽ പോയതല്ല. പഴമക്കാരൻ എന്താ ചെയ്യാ, വീട്ടിൽ ഉസ്താദ് മൗലിദ് ഓതുകയാണെങ്കിലും ഇപ്പൊ വിളിക്കും, മക്കളെ പേരെ കുട്ടികളെ എല്ലാവരും വരും, എല്ലാവരും ഇപ്പൊ തിരുത്തി അങ്ങേപോലെ നടുവിലെ മുറി എന്ന് പറയുന്ന മുറി ഉണ്ടാവും. നടുവിലൂടെ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ഉമ്മയും വല്യമ്മയും മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും വന്നിരുന്ന് ഇവിടുന്ന് ഇങ്ങനെ ചെല്ലിന് ജവാബ് അവിടുന്ന് ഇങ്ങനെ ചെല്ലി ഇവിടുന്ന് ദ്വാരക്കുന്നതിന് ആമീൻ ഇങ്ങനെ പറഞ്ഞു. അതോടുകൂടെ ഹബീബ് നമ്മുടെ മാണിക്കല്ലായ റസൂലുള്ളാഹി നബിയുടെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണ്. നമുക്ക് എവിടെ സമയം, നമുക്ക് എവിടെ നേരം, ഏത് പെണ്ണിനാണ് അതിന് താല്പര്യം? നിങ്ങളോട് നോക്കണം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് വയറുവേദന ഉണ്ടായപ്പോ അള്ളാഹിനോട് ദ്വാരന്നു, അല്ലാഹുവേ വല്ലാത്ത വയറുവേദന സുഖമാക്കി തരണേ നാഥാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസ ഇന്നാലിന്ന മരുഭൂമിയിൽ ഒരു ചെടിയുണ്ട്, ആ ചെടി എടുത്ത് കഴിച്ചോ മൂസ, അല്ലാഹു സുഖമാക്കി തരും. മൂസാ നബി ആ ചെടി എടുത്ത് തിന്നു, വയറുവേദന സുഖമായി. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലം പിന്നെ വയറുവേദന ഒന്നുമില്ല. പിന്നെ ഒരിക്കൽ വയറുവേദന വന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചോടാ, അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോ ഞാൻ എന്താ ചെയ്തത്? നമ്മളെ ചെയ്ത പോലെ തന്നെ അന്ന് വയറുവേദന വന്നപ്പോ ഇന്നാന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തല്ലേ പോയത്. മൂസാ നബി ചിന്തിച്ചു, പഠിച്ചോ അന്ന് ഇന്നാലിന്റെ ചെടി തിന്നപ്പോഴാ സുഖം. ചെടി പോയി നോക്കി, ചെടി അവിടെ റെഡിയാ, എടുത്തങ്ങ് കഴിച്ചു, വയറുവേദന കൂടി. അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചോ എന്ത് തമാശ, അന്ന് എന്റെ വയറുവേദന സുഖമായി. എന്തേ കാരണം? ഞാൻ ഈ ചെടി തിന്നപ്പോ ഇന്നെന്റെ വയറുവേദന കൂടിയല്ലോ നാഥാ. അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ അങ്ങയുടെ വയറുവേദന അന്ന് സുഖമായത് പുല്ല് തിന്നിട്ടല്ല, ചെടി കഴിച്ചിട്ടല്ല, യജമാനായി എന്നോട് ദുആ ചെയ്തപ്പോഴാണ്. എന്നോട് ദുആ ചെയ്തപ്പോ ഞാനൊരു കാരണം പറഞ്ഞു തന്നതാണ്, അസുഖം മാറാൻ ആ ചെടി കഴിക്കാൻ. അല്ലാതെ ചെടിക്ക് രോഗം മാറ്റാനുള്ള കഴിവില്ല. ലോകത്തെ ഒരു സ്പെഷ്യലിസ്റ്റിനോ ഒരു മരുന്നിനോ ഒരാളെ രോഗം മാറ്റാനും കഴിയില്ല. രോഗം മാറ്റുന്നവനും രോഗം മാറ്റുന്ന ഷാഫിയും അല്ലാഹു അല്ലാഹു അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദ്വാരന്നിട്ടില്ല, ഇന്ന് നിങ്ങൾ ചെടി തിന്നാൻ പോയതാണ്, ചെടി മാറ്റട്ടെ. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത്. പഴമക്കാര് ചികിത്സിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ഈ ചികിത്സക്ക് ഫലം കിട്ടാനുള്ള മങ്കൂസ് മൗലൂദ്, ദിക്ർ, നാരിയത്തു സ്വലാത്ത്, ദിക്റുകൾ, അസ്മാഉൽ ബദ്ർ, നഫീസത്തുൽ മാല, അസ്മാഉൽ ഹംസിയ ബൈത്ത്, ഇതൊക്കെ ചൊല്ലി കുട്ടികളെ തലയിൽ ഊതി കൊടുക്കുന്നു. വീട്ടിൽ ഉമ്മ ചെല്ലുന്നു, മക്കളെ കേൾപ്പിച്ച് ചെല്ലുന്നു. ഈ ഒരു സുന്ദരമായ സാഹചര്യം ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോ ആ വീട്ടിൽ ചെറിയ രോഗങ്ങളെ വലിയ വലിയ രോഗങ്ങൾ അല്ല മാറ്റിക്കൊടുത്തു. പിന്നെ നമ്മുടെ സൗകര്യം കൂടിപ്പോയി, സമ്പത്ത് കൂടി, മുതല് കൂടി. ഫിത്ന, എല്ലാ ഉമ്മത്തിനും നാശമുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നാശം അതവർക്ക് മുതല് കൂടിയതാ. മുഹമ്മദ് റസൂലുള്ളാഹി പേര കൂടി, പേരക്ക് വലിപ്പം കൂടി, സമ്പത്ത് കൂടി, സൗകര്യങ്ങൾ കൂടിയതോടുകൂടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഒരു VIP മുസ്ലിമായി മാറി. നല്ലതുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുപോയി. അല്ലേ? നമ്മളൊക്കെ UAE ജീവിക്കുന്ന ആളുകളാ. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അല്ലേ? ഉസ്താദിന്റെ ആ ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായം, എല്ലാരും കൂടി ഭക്ഷണം കഴിക്കുക ഒരു പാത്രത്തിൽ നിന്ന്. അല്ലേ? അതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃകയാണ്. അതിനൊക്കെ ടിവിയിലെ എവിടെ ഒരു സ്ത്രീ കണ്ട് നമ്മളത് കഴിക്കുമ്പോൾ ലക്ഷ്യം മാറുകയാണ്. ഒരു സ്ത്രീ കണ്ടപ്പോ ആ സ്ത്രീ പറഞ്ഞു പോയി, എന്താ ഉസ്താദിന്റെ ഭക്ഷണം കഴിക്കലല്ലേ,
ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ഒരാൾ കഴിച്ചാൽ ബാക്കി ആൾക്കാരാണ് കഴിക്കുന്നത്. ഒരു സന്തോഷം, അത് ഇബാദത്താണ്. കാരണം സൂറൽ മുഅ്മിൻ ശിഫാഉൻ മിൻ കുല്ലി ദാഇ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിൻ കഴിച്ച ഭക്ഷണം രോഗത്തിന് ശിഫയാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറബിക്കടലിൽ കൊണ്ടുപോയി എറിയ ഒരാൾ കഴിച്ച പാത്രം. സത്യത്തിൽ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കഴിച്ച ബാക്കി ഭക്ഷണം രോഗത്തിന് ശിഫയാണ്. പഴമക്കാർക്ക് അല്ലാഹു കൊടുത്ത രോഗശമനം അവിടെയൊക്കെയാണ്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞത് രോഗശമനം കിട്ടുന്നല്ല, ഔ എന്താ സുഖം, സന്തോഷമല്ലേ, ഞാൻ കൂടി പാത്രത്തിൽ ഭക്ഷണം കഴിക്കാം. ആ ഒരു ആഗ്രഹം നല്ലതല്ലേ, ആഗ്രഹം നല്ലതാണല്ലോ. പിന്നെ ഈ സ്ത്രീ പറഞ്ഞതറിയോ, അങ്ങനെ ആവുമ്പോ പാത്രം ഒന്നും കഴിക്കണ്ടല്ലേ, അവളോട് കൊടുത്തു. അപ്പൊ അത്തിപ്പറ്റുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്ത് താർത്ത തിന്നാൻ കാത്തിരിക്കണം. എന്തിനറിയോ, പാത്രം കഴിക്കാൻ നേരത്തെ കൂടി സീരിയൽ കാണാൻ. ഇതാ നമ്മുടെ വ്യത്യാസം. ഇവിടെ വ്യത്യാസം. നേരെ മറിച്ച് ആ അദബും മര്യാദയും നിലനിർത്തുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന ആ മര്യാദ നമ്മളിൽ എത്ര പേർക്കുണ്ടെന്ന് നിങ്ങൾ ഓരോരോ ഉമ്മമാരും ഉപ്പമാരും പരിശോധിക്കണം. നമ്മളെ വീടുകളെ കുറിച്ച് പാത്രത്തിലെ ഭക്ഷണമിട്ട്, ആ പാത്രത്തിൽ ഇഷ്ടം പോലെ ഭക്ഷണമിട്ട്, കയ്യിൽ ഭക്ഷണം, കുട്ടികളെ കയ്യിൽ ഭക്ഷണം, അത് കൊണ്ടുപോയി പുറത്ത് കഴുകുമ്പോ അരുതടാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മോനെ നിന്റെ കയ്യിലുള്ള ഭക്ഷണത്തില് ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണത്തിലാകുമടാ നിനക്ക് അള്ളാഹു ക്യാൻസർ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിനക്ക് ട്യൂമർ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിനക്ക് ആക്സിഡന്റ് വിധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിനക്ക് ഭീകരമായ വൃക്കസംബന്ധമായ രോഗം വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആ രോഗത്തിന് അള്ളാഹു നിശ്ചയിച്ച ശിഫ ചിലപ്പോ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അംശത്തിലാവാം. അതുകൊണ്ട് പാത്രത്തിലെ ഭക്ഷണം വിട്ടേച്ച് പോകല്ല, കയ്യില് ഭക്ഷണം ബാക്കി വെക്കല്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര ഉമ്മമാരെ നമുക്ക് മനസ്സ് വരാറുണ്ട്, എത്ര ഉപ്പമാരെ നമുക്ക് മനസ്സ് വരാറുണ്ട്. നമ്മൾ അറിയിക്കണ്ടേ, നമ്മൾ ചെയ്യാറുണ്ടാവും ചില പുസ്തകവുമായി ബന്ധപ്പെട്ട കാരണത്താൽ. പക്ഷെ നമ്മളെ തലമുറയിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരോട് സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. യാ ബുനയ്യ, അനസ് റളിയല്ലാഹുവിനോട് പറയാണ്, യാ ബുനയ്യ കുഞ്ഞിമോനെ, യാ ബുനയ്യ കുഞ്ഞിമോനെ. അത് ഒത്തിരി ഞാൻ വീട്ടിൽ പോകുന്നില്ല. കുഞ്ഞിമോനെ, നീ വീട്ടിലേക്ക് കയറി വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാതെ വരില്ല. അങ്ങനെ സലാം പറയാൻ സലാം പറഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ അത് നിനക്ക് ബർക്കത്താണ്, നീ കേറി വരുന്നിടത്തോളം ബർക്കത്താണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ മോനോട് ഉപദേശിക്കുക, മോനെ പെരീക്ക് എവിടേക്ക് കേറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാതെ പോകരുത് മോനെ. ഇപ്പൊ ഉപദേശിക്കുക. അത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആദ്യം ഉപ്പയും ഉമ്മയും സലാം ചെല്ലണം. ഭർത്താവ് പെരീക്കാണ് കേറി ചെല്ലുമ്പോ പെണ്ണുങ്ങളോട് അസ്സലാമു അലൈക്കും, ഭാര്യയോട് പറയണം. അപ്പൊ ഭാര്യ വഅലൈക്കും സലാം, ഭാര്യ കേറി വരികയാണെങ്കിൽ ഭർത്താവിനോട് അസ്സലാമു അലൈക്കും, അപ്പൊ ഭർത്താവ് വഅലൈക്കും സലാം. ഇത് നമ്മളെ മക്കള് കേൾക്കുകയും വേണം. അത് പഠിച്ചുകൊണ്ട് മാത്രം പറയില്ല. ഇന്ന് ഈ സ്വഭാവം നമുക്കില്ല. ഉമ്മ ഭർത്താവ് ഭാര്യയോട് മുമ്പ് ഏതോ സ്ഥലത്ത് വയറ് കേട്ടപ്പോ ഭാര്യ വയറ് കേട്ടു, സ്ത്രീ നല്ല പെണ്ണ, ആ പെണ്ണ് ആദ്യമായി പെരിക്കാട് കേറി ചെന്ന് ഭർത്താവിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഭർത്താവ് മുഖത്തേക്ക് തൊട്ടിട്ട് നീ പള്ളിക്കാട്ട് കൂടിയാ പോകുന്നത് ചോദിച്ചത്. അപ്പൊ മൂപ്പര് വിചാരിച്ചിട്ട് ഇയാൾ പള്ളിക്കാട് എന്തോ കണ്ട് പേടിച്ചു വരികയാണ്. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. നമുക്ക് അറിഞ്ഞോളാം. നമ്മൾ വിചാരിച്ച് ഇസ്ലാം നല്ല നിസ്കരിച്ചാൽ നോക്കി വെക്കുക, ഇങ്ങനെ കാറ്റു തുടങ്ങിയാണ്. അതല്ല, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അപ്പൊ ഈ ഒരു ഇസ്ലാമിക ചലനവും നന്മയും നമ്മളെ വീടിന്റെ ഉള്ളിൽ ഉമ്മ നിലനിർത്താനും ഉപ്പ നിലനിർത്താനും തയ്യാറാകുമ്പോൾ മാത്രമേ എന്റെ സഹോദരങ്ങളെ നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും ബറക്കത്തുണ്ടാവും. അള്ളാഹുവിന്റെ കാവലുണ്ടാവും. അള്ളാഹുവിന്റെ കാവല് മാത്രമേ ഇനി നമ്മളെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. അല്ലാതെ യാതൊരു മാർഗമില്ല. റബ്ബിന്റെ കാവൽ, പടച്ചോന്റെ സഹായം നമ്മുടെ വീട്ടിലുണ്ടാക്കണം, നമ്മുടെ കുടുംബത്തിലുണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഫലമില്ലാത്തൊരു കാലം. പെൺകുട്ടികൾ ചാടിപ്പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ആൺമക്കൾ മാതാപിതാക്കന്മാരെ ധിക്കരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അതിന്റെ ഒക്കെ കാരണം എന്ത് ചെയ്യുന്ന ഒറ്റ ചോദ്യത്തിന്റെ മറുപടി നമ്മളെ മക്കളുടെ മനസ്സ് മലിനമായി എന്നുള്ളതാണ്. അവിടെ ഹൃദയം മാലിന്യം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. മനസ്സ് മലിനമായാൽ അവൻ നാൽക്കാലിയായി മാറും. നാൽക്കാലിയായി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവൻ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല. നാൽക്കാലിയാകാതെ അവന്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഏക വഴി ഇസ്ലാമുള്ള ഒരു കുടുംബം, നന്മയുള്ള ആ പഴയ കാല അച്ചടക്കവും ജീവിതത്തിലും നിലനിർത്തുന്ന
ആ പഴയകാല നന്മകളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിലനിർത്തുന്ന ആ പഴയകാല ജീവിതം തിരിച്ചു കൊണ്ടുവരിക. ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, മാലകളും മൗലൂദുകളും നാരിയത്ത് സ്വലാത്തുകളും ചെല്ലുന്ന ഉമ്മമാരും ഉപ്പമാരും അത് മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന കുടുംബവുമായി നമ്മൾ മാറിക്കഴിയുമ്പോൾ ആ കുടുംബത്തിൽ അല്ലാഹുവിന്റെ കാവലുണ്ടാകും, പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാകും. ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് അതാണ് കണ്ണടക്കുന്നത് വരെ നിലനിർത്തിയത്. ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ മക്കളെ കൊണ്ട് ദിക്ർ ചെല്ലിപ്പിക്കുകയാണ് എല്ലാ ദിവസവും. ഒരു ദിവസം ഉസ്താദിന് ഒച്ചത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല. ഒച്ചത്തിൽ ദിക്ർ ചെല്ലാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ തന്റെ ജ്യേഷ്ഠന്റെ മകനെ വിളിച്ചിട്ട് നീ നേതൃത്വം കൊടുക്കുകയെ ഞാനും ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞ് ഉസ്താദ് കിടക്കവായിൽ കടന്നുകൊണ്ട് ദിക്ർ ചെല്ലുകയാണ്. മക്കളും ഭാര്യയും കുട്ടികളും കൂടി ഇരുന്നിട്ട് ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മക്കള് പറയാണ് യാസീൻ ഇങ്ങനെ ദിക്ർ കഴിഞ്ഞ് യാസീൻ ഓതുകയാണ്. യാസീൻ ഓതുന്ന സമയത്ത് സ്വർഗത്തിനെ കുറിച്ച് യാസീൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. സ്വർഗത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലെ തരുണീമണികളായ സുന്ദരികളായ ഊറലീങ്ങളുണ്ട്, അവിടെ പഴങ്ങളുണ്ട്, സുഖമുണ്ട്, സൗകര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് യാസീൻ പറയുന്നു സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുമായ അല്ലാഹുവിൽ നിന്ന് വരുന്ന വാക്ക് സലാം 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 എന്ന വാക്കാണെന്നുള്ള ആ ഒരു വാക്ക് ഇങ്ങനെ പറയുമ്പോ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിന്റെ കണ്ണിങ്ങനെ മറിയുകയാണ്. മക്കൾ ഓടിപ്പോയി എന്താണ് പാക സംഭവിക്കുന്നത്? യാസീന്റെ സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുമ്പോ ഉമ്മമാരെ കോയക്കുട്ടി ഉസ്താദ് കണ്ണിങ്ങനെ മറിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനവറുകൾ മെല്ലെ കണ്ണടക്കുകയാണ്. ആ റൂഹ് സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ്. സ്വന്തം മക്കളെ അടുത്തിരുത്തി ദിക്ർ ചൊല്ലിപ്പിക്കുമ്പോ, സ്വന്തം ഭാര്യയെ അടുത്തിരുത്തി ദിക്ർ ചൊല്ലിപ്പിക്കുമ്പോ കുടുംബത്തിലെ കൊണ്ട് മക്കളെ കണ്ണടക്കുന്നത് വരെ മഹാനായ ശൈഖുനാ ചാപ്പനങ്ങാടി കൊണ്ടുവന്ന് തന്ന ഈ ദിക്ർ നമ്മളെ വീട്ടിലെ മക്കളും ഭാര്യയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജീവൻ വരെ ആഗ്രഹിച്ചത് കൊണ്ട് അത് ചൊല്ലിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ കണ്ണടക്കാൻ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹതിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ പെണ്ണുങ്ങളെ നിങ്ങളുടെ നേതാവായ ആസിയ ബീവിയും അങ്ങനെ തന്നെയാണ്. എന്റെ കീഴിൽ വളരുന്ന എന്റെ കുട്ടിയാകുന്ന ആ കുട്ടികൾ ഇസ്ലാമികമായി വളരണമെന്നോ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പെണ്ണാകുന്ന ഞാൻ ഖാലിഖായ റബ്ബിനെ പേടിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ കാരണത്താൽ സിഖാരിയായ ഫിറഔനിന്റെ കയ്യിലെ ചാട്ടവാറിന്റെ അടിയേൽക്കുകയാണ്. ചാട്ടവാറിന്റെ അടിയേറ്റ് പുറം ഭാഗത്തുള്ള മാംസം പുറത്തേക്ക് തെറിക്കുകയാണ്. പുറം ഭാഗത്തുള്ള മാംസം ഇങ്ങനെ തെറിച്ച് മഹദി അവർകളതാ കിടന്ന് പടയുമ്പോ ധിക്കാരിയായ ഫിറഔന് സ്വന്തം ഭാര്യയാകുന്ന ആസിയ ബീവിയെ കൊണ്ടുപോയി ചുട്ടുകൊള്ളുന്ന മണലിൽ കിടത്തുന്നു. ചുട്ടുകൊള്ളുന്ന മണലിൽ ഇങ്ങനെ കിടത്തുമ്പോ അറ്റുപോയ മുറിഞ്ഞുപോയ പുറഭാഗത്തിലൂടെ ചൂടിങ്ങനെ വന്നിട്ട് തുളച്ച് കയറുമ്പോ ഒരുതാ വേവിക്കാനിട്ട പാത്രത്തിൽ ജീവനുള്ള മത്സ്യത്തിലിട്ടതുപോലെ മഹിന്യവരെ കടന്നിങ്ങനെ പിടപിടക്കുമ്പോ ധിക്കാരിയായ ഫിറഔന് വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട് ആസിയ ബീവിയുടെ വയറ്റിൽ തങ്ങി വെക്കുമ്പോ വയറ് പൊക്കാൻ കഴിയുന്നില്ല, നടുഭാഗം പൊങ്ങാൻ കഴിയാത്ത വിധം ശക്തമായ ചൂട് ശരീരത്തിന്റെ മുറിഞ്ഞ ഭാഗത്തിലൂടെ തുളച്ച് കയറുമ്പോ അവസാനത്തെ ഘട്ടത്തിൽ ആസിയ ബീവി തന്റെ തലയിട്ടിങ്ങനെ അടിക്കുകയാണ്. തലയിട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധിക്കാരിയായ ഫിറഔന് വലിയ പാറക്കല്ല് പൊക്കിക്കൊണ്ടുവരികയാ. വലിയ പാറക്കല്ല് പൊക്കിക്കൊണ്ടുവരുന്നത് ജീവനുള്ള ആസിയ ബീവിയുടെ തലയുടെ മുകളിൽ പാറക്കല്ലിട്ട് തല ചതച്ച് കളയാനാ. അങ്ങനെ ആ പാറക്കല്ലുമായി വരുമ്പോഴാണ് യജമാനനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ ബീവിയുടെ മുന്നിൽ സ്വർഗ്ഗം ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊടുക്കുകയാ. പിന്നെ ആസിയ ബീവി കാണുന്നത് ഫിറഔനെയല്ല, പിന്നെ കാണുന്നത് ഫിറഔനിന്റെ കല്ലല്ല, പിന്നെ കാണുന്നത് സുന്ദരമാകുന്ന സ്വർഗ്ഗമാണ്. ആസിയ ബീവി പുഞ്ചിരിച്ചിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് ഇവനെ കല്ലിട്ട് കൊല്ലാൻ വരികയാ, പ്രശ്നമല്ല റബ്ബേ, എനിക്ക് ഈ കൊട്ടാരം ഈ സ്വർഗ്ഗത്തിലെ ഒരു വീട് തരുമോ എന്ന് പറഞ്ഞ മഹദി അവർകളങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വർഗ്ഗത്തിലെ ഒരു മാളിക എനിക്ക് തരുമെങ്കിൽ അവന്റെ കല്ലിടുമ്പോൾ എന്റെ റൂഹിനെ പിടിച്ചോ അല്ലാഹ് എന്ന് പറയേണ്ട താമസം
മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയാബിയുടെ റൂഹിനെ പിടിച്ച് പുഞ്ചിരിയോട് ആസിയാബി ലോകത്തോട് വിട പറഞ്ഞ് ഉമ്മമാര് ആ ലോകത്തോട് വിട പറഞ്ഞ ശരീരത്തിലാ പിന്നെ ഫിറഔനെ കല്ല് കൊണ്ടുവന്നിട്ട് തല ചതച്ച് കളഞ്ഞു. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും സ്വാലിഹത്തായ പെണ്ണ് പുഞ്ചിരിച്ചെങ്കിൽ എന്റെ യുവാക്കളെ രക്ഷിതാക്കളെ നമ്മൾ ആ പഴമയും നന്മയും നിലനിർത്തി നമ്മളെ മുൻഗാമികളെ ജീവിതമൊക്കെ നിലനിർത്തി സമസ്തക്ക് വേണ്ടിയും ഖൈറിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരായി നമ്മളും നമ്മളെ കുടുംബവും മുന്നോട്ട് പോയാൽ അതിനു വേണ്ടി എന്റെ സഹോദരികളെ നിങ്ങൾ നേതൃത്വം കൊടുത്താൽ കണ്ണടക്കുന്ന സമയത്ത് പോലും ഒരു വിഷമമുണ്ടാവില്ല. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും സന്തോഷത്തോടു കൂടെ കണ്ണടക്കാൻ നമുക്ക് കഴിയും. റാഹത്തിൽ കണ്ണടക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള സന്തോഷമുള്ള നമ്മുടെ മഹാരഥന്മാർക്ക് കിട്ടിയ സമയമൊക്കെ മരണസമയമായിരുന്നു. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പുഞ്ചിരിക്കുകയാ, അടുത്തുള്ളവരൊക്കെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാ. ചിരിച്ചുകൊണ്ടാണ് ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കണ്ണങ്ങ് അടഞ്ഞുപോയി, ആ പുഞ്ചിരി മെല്ലെ അങ്ങ് അവസാനിച്ചു പോയി. ഇതിലുള്ള കുടലൊക്കെ നെഞ്ഞിലേക്ക് കയറുമാണ് സക്കറാത്തിന്റെ സമയം. നെഞ്ഞിലുള്ള നെല്ലൊക്കെ കഴുത്തിലേക്ക് കയറുമെന്നാണ് സക്കറാത്തിന്റെ സമയം. കണ്ണു തുറിക്കുന്ന ഭീകരമായ സക്കറാത്തിൽ എങ്ങനെ ഒരാൾക്ക് ചിരിക്കാൻ കഴിയും? ചിരിക്കും. സ്വർഗം അല്ലാഹു കാണിച്ചു കൊടുക്കും. സ്വർഗം കാണുന്ന വേദന അറിയൂല. സന്തോഷത്തിൽ പോകാൻ നമുക്ക് കഴിയും. നാളെ സ്വർഗത്തിലും സന്തോഷത്തിൽ വരാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ എന്റെ വാക്ക് വിരാമം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്റെ സഹോദരിമാരോട് സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറിന് വേണ്ടി നമ്മളെല്ലാവരോട് ഒരുമിച്ച് കൂടിയതുപോലെ ഇനിയും നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള കൂട്ടായ്മ ആ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം വലിയ നിങ്ങൾ ഉണ്ടാക്കണമെന്നും അൽഹംദുലില്ലാഹ് ഷാർജയിൽ നിങ്ങൾ തുടക്കം കുറിച്ച ഈ ഫാമിലി സംഗമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടാനും നിങ്ങൾ സംഗമിക്കാനും കഴിഞ്ഞ സന്തോഷമുണ്ട്. ഇവിടെ അഭിനന്ദനായ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ പരിപാടികൾക്കൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ദർസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിലൂടെ നമ്മൾ വളർന്നു വരുന്ന പണ്ഡിതന്മാരെ വളരണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാലോ, ദർസുമാകുമ്പോൾ രാവിലെ സുബഹി കഴിഞ്ഞിരുന്നാൽ പിന്നെ വൈകുന്നേരം വരെ ക്ലാസ് ആയി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് വരാൻ കഴിയാതെ വന്നത്. ഏതായാലും ഈ സമയം പെരുന്നാളിന്റെ ഈ സമയം ലീവ് സമയം അല്പം ഇവിടെ വന്ന് കാണാമെന്ന് സുഹൃത്തുക്കൾ കരുതിയപ്പോ അൽഹംദുലില്ലാഹ് വരാൻ നിങ്ങളെ കാണാൻ കഴിയുന്ന സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. സജീവമായി ആത്മാർത്ഥമായി നിങ്ങൾ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ. ആ കൂട്ടത്തിൽ ഒരു അല്പനേരം നന്മക്ക് വേണ്ടി ഇത്തരം നല്ല കാര്യത്തിനോട് ഉപയോഗപ്പെടുത്തുന്നത് അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ ഒരു സന്തോഷം അല്ലാഹു തരും. ജീവിതം മുഴുവനും നിങ്ങൾ ജോലിക്ക് വേണ്ടി ചെലവാക്കാതെ ഒരു ഭാഗം സമസ്തക്ക് വേണ്ടി KSSF-ന് വേണ്ടി നിങ്ങൾ ചെലവാക്കാൻ എല്ലാവരും മുന്നോട്ട് വരിക. ഇനിയും ആവേശത്തോടുകൂടെ മുന്നോട്ട് വരിക. ഒരിക്കലും തളരാത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരായ നായകത്വത്തിലേക്ക് തിരിച്ചു പോയത് മഹാനായ ശൈഖുനാ കൂട്ടമല ഉസ്താദ് മൂത്ര സംബന്ധമായ രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഡോക്ടർമാർ പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടർമാരോട് പറഞ്ഞു, സമസ്തയുടെ യോഗ നടക്കുന്നത് എനിക്കൊന്ന് പോയി വരണം, കാരണം അതൊരു സംഘടനയല്ല, അത് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഒരു ഇബാദത്താണ്, ഞാനൊന്ന് പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന് പോകാൻ കഴിയുമെങ്കിൽ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ മൂത്രത്തിന്റെ ട്യൂബ് ഒരു കയ്യിൽ പൊക്കിപ്പിടിച്ച് രണ്ടാമത്തെ കയ്യിൽ കൊടയും കുത്തിപ്പിടിച്ച് സമസ്തയുടെ യോഗത്തിലേക്ക് കയറി ചെന്ന ശൈഖുനാ കൂട്ടമല ഉസ്താദിനെ പോലെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പടുത്തുയർത്തിയ സമസ്ത, അതിനു വേണ്ടി അതിന്റെ തണലിൽ തളിർത്ത KSSF, അതിന്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്റെ നല്ലവരായ ചെറുപ്പക്കാരെ രക്ഷിതാക്കളെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും KSSF-ന്റെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാവുകയും അതിനു വേണ്ടി സജീവമായി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا
الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد وارحم الراحمين ملك الجبار رബ്ബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സൽക്കർമ്മമായി സ്വീകരിക്കണേ തമ്പുരാൻ അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ ഇബാദത്തായി സ്വീകരിക്കണേ തമ്പുരാൻ അറിഞ്ഞും അറിയാതെ രഹസ്യവുമായി പരസ്യമായി ഞങ്ങൾ വന്ന ദോഷങ്ങൾ നീ പൊറുക്കണേ തമ്പുരാൻ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ഒരുപാട് കാലം ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാൻ പടച്ചവനെ ഞങ്ങൾ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന അടിയങ്ങളാക്കണേ തമ്പുരാൻ ദാക്കിര്യങ്ങളും ശാക്കിര്യങ്ങളുമാക്കണേ തമ്പുരാൻ ഫലിസ്ത്യങ്ങളുമാക്കണേ തമ്പുരാൻ ഞങ്ങൾ സ്വർഗാവകാശികളാക്കണേ റഹ്മാൻ ഒരുപാട് കാലത്തെ കഴിവാതിൽ ജീവിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകണേ തമ്പുരാൻ അല്ലാഹുവേ റബ്ബേ ഒരുപാട് തെറ്റുകൾ വന്ന പാവങ്ങളാണ് നീ പൊറുക്കണേ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അപാകതകളെ നീ മാപ്പാക്കണേ തമ്പുരാൻ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ അല്ലാഹു ബറില്ലാത്ത ഹസദില്ലാത്ത റിയായില്ലാത്ത നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പടച്ചവനെ വിശുദ്ധമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാർ ജീവിച്ച വഴിയിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാൻ പടച്ചവനെ ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിൽ വിവിധ മുറാദുകളുണ്ട് അല്ലാഹ് ഞങ്ങളുടെ മുറാദുകൾ അറിയുന്ന നാഥാ നീ ഹാസിലാക്കണേ തമ്പുരാൻ ഞങ്ങൾ ചിരിക്കുന്ന കളിക്കുന്ന പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ട് നാഥാ ഞങ്ങളുടെ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ് പടച്ചവനെ റബ്ബേ കഷ്ടപ്പെടുന്ന ആളുകളുടെ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ അല്ലാഹുവേ ശുഹദാക്കൾക്ക് പോലും പൊറുക്കാത്ത കടക്കാരാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ ഞങ്ങൾ മരിച്ച ശേഷം കുട്ടികളെ കടം വീട്ടേണ്ട ദുര്യോഗം ഉണ്ടാക്കല്ല റഹ്മാനെ പടച്ചവനെ ഞങ്ങളെ കടം വീട്ടണേ അല്ലാഹ് ഞങ്ങളെ കടക്കാരാക്കല്ല റഹ്മാനെ കെട്ടിക്കാരായ പെൺകുട്ടികളുണ്ട് റബ്ബേ കല്യാണം കഴിക്കാറായ ചെറുപ്പക്കാരുണ്ട് റബ്ബേ അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ് വളറിന്റെ കുറവോ സമ്പത്തിന്റെ കുറവോ എന്ത് പ്രയാസമാണെങ്കിലും ലത്തീഫായ റബ്ബേ നീ പരിഹരിക്കണേ അല്ലാഹ് കെട്ടിച്ചയച്ച പെൺകുട്ടികൾക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ കെട്ടിച്ചയച്ച പെൺകുട്ടികളുടെ കണ്ണുനീര് കാണുന്ന ദുര്യോഗം ഉണ്ടാക്കല്ല റഹ്മാനെ പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് റബ്ബേ പ്രായാധിക്യത്തിൽ വിവാഹിതരിക്ക മക്കളെ കൊടുത്ത ലത്തീഫായ അല്ലാഹ് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ് ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഞങ്ങളെ ഈ ഓതി പഠിക്കണ മക്കളെ ആലിമീങ്ങളാക്കണേ റബ്ബേ ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ മക്കളെ കൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കളെ മാനം കെടുത്തിയിട്ടില്ല മക്കളെ കൊണ്ട് ഞങ്ങളെ മാനം കെടുത്തല്ല റബ്ബേ അല്ലാഹുവേ പാവങ്ങളായി ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ് പുറമേ കൊളസ്ട്രോൾ സുഖമാക്കണേ അല്ലാഹ് അഞ്ചുനേരം നിസ്കരിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് സുഖമാക്കണേ അല്ലാഹ് ഉറക്ക സംബന്ധമായ രോഗം സുഖമാക്കണേ അല്ലാഹ് പഠിച്ചോനെ ഞങ്ങൾക്ക് മരിക്കോളം നിസ്കരിക്കണം റബ്ബേ നിസ്കാരം മുടങ്ങുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ് ഞങ്ങളുടെ കണ്ണടക്കോളം ദിക്ർ ചൊല്ലണം അല്ലാഹ് ദിക്ർ മുടങ്ങി പഴഞ്ഞു കിടക്കുന്ന രോഗം തരല്ല അല്ലാഹ് കൊഴഞ്ഞു കിടക്കുന്ന രോഗം തരല്ല അല്ലാഹ് ദിക്ർ ചൊല്ലാൻ പറ്റാത്ത രോഗം തരല്ല അല്ലാഹ് കണ്ണടക്കുമ്പോൾ ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് ഈ പാവങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഭീകരമായ രോഗത്തിന് അണുക്കളുണ്ടെങ്കിൽ ലത്തീഫായ അല്ലാഹ് വദൂദായ അല്ലാഹ് ഞങ്ങളറിയാതെ ഒഴിവാക്കി തരണേ ഉറച്ചോനെ ഒഴിവാക്കി തരണേ ഉറച്ചോനെ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് പടച്ചവനെ കിടക്കപ്പായിലിട്ട്
ഞങ്ങൾ അടങ്ങാറാക്കല്ല പടച്ചോനെ. നാവിലൂടെ വെള്ളം ഇറങ്ങാതെ തൊണ്ടൊക്കെ ഹോൾസുണ്ടാക്കി വെള്ളം തരേണ്ട ഒരവസ്ഥ ഉണ്ടാക്കല്ല പടച്ചോനെ. കിടക്കപ്പായി നരകിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകല്ല മൂത്രദ്വാരത്തിന് ഭയപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കല്ല. മൂക്കിൽ ഭയപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കുണ്ടാക്കല്ല റബ്ബേ. മറ്റൊരാളെ കൈകൊണ്ട് ഞങ്ങളെ കാഷ്ടം കഴുകി തരുന്ന അവസ്ഥ ഉണ്ടാക്കല്ല പടച്ചോനെ. കിടക്കപ്പായിൽ കിടന്ന് നരകിച്ച് കാശിച്ച മോദ്രിച്ച മക്കളും മരുമക്കളും ഇതൊന്നും മരിച്ചെങ്കിലൊന്നും ദ്വാരിക്കുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല അല്ലാഹുവേ. കിടക്കപ്പായിൽ കിടന്ന് കാശിച്ച് അവസാനം ഞങ്ങളെ ബുദ്ധി ചുരുങ്ങിപ്പോയി ഞങ്ങൾ തന്നെ ഞങ്ങളെ കാഷ്ടം വായിലേക്ക് കൊണ്ടുപോകുമ്പോ അത് തടയാൻ കഴിയാതെ ഞങ്ങൾ സ്നേഹിച്ച് വളർത്തിയ മക്കളും പേരക്കുട്ടികളും ഞങ്ങളെ കൈപിടിച്ച് കട്ടിലിന്റെ കാലിനോട് കൂട്ടിക്കിടുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല കൂട്ടിക്കിട്ടുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ല. അതിന്റെ മുമ്പ് പാവം ഞങ്ങളെ തിരിച്ചു പിടിക്കണേ അല്ലാ. പാവം ഞങ്ങളെ തിരിച്ചു പിടിക്കണേ അല്ലാ. ഞങ്ങളെ തിരിച്ചു പിടിക്കണേ അല്ലാ. പഠിച്ചോനെ സ്വന്തം കാര്യം വേണം വരെ സ്വയം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ വിദേശത്ത് ജീവിക്കുന്ന സഹോദരങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവസാനം ഞങ്ങൾ മരിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങൾ ഈ സലാമത്താക്കി തരണേ റബ്ബേ. മഹാനായ ശൈഖുനാ കോയക്കോട് ഉസ്താദ് പോയതുപോലെ സമസ്തയുടെ ആലിമീങ്ങളെ കണ്ണടച്ചതുപോലെ പുഞ്ചിരിച്ച് ദിക്ർ ചൊല്ലി കണ്ണടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ അവരൊന്നും തഖ്വീ വറവും ഞങ്ങൾക്കില്ല റബ്ബേ. എന്നാലും അവരോടൊക്കെ ഞങ്ങളെ മനസ്സിൽ ഹുബ്ബുണ്ട് റബ്ബേ. ഞങ്ങൾ അവരൊക്കെ സ്നേഹിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങൾ അവർ തന്ന സംഘടനക്ക് പ്രവർത്തിക്കുന്ന പഠിച്ചോനെ. അതുകൊണ്ട് ആ മഹാന്മാരെ വർക്കത്ത് കൊണ്ട് അവര് പോയതുപോലെ സന്തോഷത്തിൽ പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരുമില്ലാത്ത ഖബറികളെ സൽക്കർമ്മങ്ങളെ കൂട്ടാളിയാക്കി തരണേ റബ്ബേ. അവർ വിശാലമാക്കണേ അല്ലാഹ്. ഹിസാബിലെ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണേ പഠിച്ചോനെ. ഞങ്ങളെ നരകത്തിലിടല്ല അല്ലാഹ്. ഞങ്ങളെ നരകത്തിലിടല്ല അല്ലാഹ്. പഠിച്ചോനെ പ്രവാസികളായി സ്വന്തം നാടും വീടും വിട്ട് ഇവിടെ വന്ന് കഴിയുന്ന സഹോദരങ്ങൾ അവർക്ക് ഹയമായ ജോലി നൽകണേ അല്ലാഹ്. അവരുടെ ജോലികളിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചോനെ വല്ല വേദനയും വരുമ്പോണ്ടാൽ ഓടി വരാൻ അവരെ കുടുംബക്കാരവരെ ഉറപ്പല്ല റബ്ബേ. അതുകൊണ്ട് കണ്ണെത്താത്ത ഈ സ്ഥലത്ത് വെച്ചവരാരും കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. കണ്ണെത്താത്ത സ്ഥലത്ത് വെച്ചവരെ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. അവരടങ്ങറാക്കല്ല അല്ലാഹ്. സ്വന്തം കുടുംബത്തിനോട് സലാം പറഞ്ഞു പോകുന്നവരാണ് റബ്ബേ. പുഞ്ചിരിയോടെ കുടുംബത്തിലേക്ക് തിരിച്ചെല്ലാൻ എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ പെട്ടിയിലായി തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ല അല്ലാഹ്. പെട്ടിയിലായി തിരിച്ചു പോകുന്ന അവസ്ഥ ഒരാൾക്കുണ്ടാക്കല്ല അല്ലാഹ്. സന്തോഷത്തോടെ ആഫിയത്തോടെ ജോലി ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജോലികൾ എന്തെങ്കിലും പ്രയാസമെങ്കിലും അല്ലാഹുവേ അമ്പിയ ഔലിയാക്കളെ ബർക്കത്തൊക്കെ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാൻ. എന്തൊക്കെയാണ് ചോദിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ഖൈറായതൊക്കെ ഞങ്ങൾക്ക് നൽകണേ പടച്ചോൻ. സർവ്വായതൊക്കെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാർക്ക് വഴി നൽകണേ തമ്പുരാൻ. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാൻ. പടച്ചവനെ അവരുടെ സാമ്പത്തികവും ശാരീരികമായി സഹായിക്കുന്നവരെ നീ രക്ഷിക്കണേ തമ്പുരാൻ. വിനീതനായി ഞാൻ ദ്വാരക്കാൻ അർഹനല്ല റബ്ബേ. ഒരുപാട് ആളുകൾ ആമീൻ പതിച്ച് വെള്ളിയാഴ്ച രാവാണ് റഹ്മാൻ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഉയർത്തിയ കരത്തെ വെറുതെ മടക്കല്ല റബ്ബേ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഉയർത്തിയ കരത്തെ വെറുതെ മടക്കല്ല റബ്ബേ. വെള്ളിയാഴ്ച രാവാ പഠിച്ചോനെ വെറുതെ മടക്കല്ല അല്ലാഹ്. ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ അല്ലാഹ്. ബാക്കി മടക്കല്ല റബ്ബേ. ബാക്കി മടക്കല്ല റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز اهل السنه والجماعه واذل اهل البدعه والضلاله. اللهم اعزنا بعزتك واكرمنا بكرامتك ونذر قلوبنا بنور معرفتك يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله صلى الله عليه وسلم. اللهم صل على محمد يا رسول الله.